ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയ്ക്ക് ചുറ്റും നമ്മളെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാമതിയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് നമ്മളെ തന്നെ എളിമപ്പെടുത്തി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുരന്ത മുഖങ്ങളെയെല്ലാം അതിജീവിക്കുവാൻ നമ്മളും പ്രാർത്ഥിക്കുന്നത്. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ മിഷൻ ദൗത്യങ്ങളും ഈശോയെ സമയച്ചുരുക്കത്തിനുള്ളിൽ തന്നെ എല്ലാം വിജയത്തിലെത്തിക്കുവാൻ ദൈവമാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ സമയങ്ങളിൽ ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന, കണ്ണുനീരോടുകൂടി നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവമക്കളുടെ നിയോഗങ്ങളെ ദൈവമാതാവെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ, നിന്റെ ദൈവിക ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം അപ്പോസ്തല സമൂഹം പ്രാർത്ഥിച്ചപ്പോൾ നാളത്തെ രൂപത്തിൽ ശക്തി അയച്ചതുപോലെ ഞങ്ങളിലേക്ക് ഇതിന് ശക്തി അയക്കണമേ. നോമ്പിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ആഴമായ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ
പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, മഹത്വം കർത്താവേ. രോഗങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ സംരക്ഷണം നൽകണമേ. വിദേശത്ത് പോകുവാനുള്ള വഴികൾ ഒരുക്കി നൽകണമേ. എല്ലാ കടബാധ്യതകളെയും നീക്കി തരണമേ. സമാധാനം നൽകണമേ. ലഹരിയിൽ നിന്ന് മക്കളെ മോചിപ്പിക്കണമേ. ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അപേക്ഷകളെയും ആവശ്യങ്ങളെയും കൃപാസന മാതാവിന്റെ തിരുനടയിൽ സമർപ്പിക്കാം. BP ജോസഫ് അച്ഛന്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഈ ആരാധനയിലൂടെ അവിടുത്തെ സവിശേഷമായ സംരക്ഷണത്തെ സഹായിക്കണമേ. ജോസഫ് അച്ഛനിലൂടെ അവിടുത്തെ ദിവ്യ സന്ദേശങ്ങൾ ഈ ലോകത്തിനും ഞങ്ങൾക്ക് കൈമാറി നൽകണമേ. ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത ആവശ്യങ്ങളെ ഉടമ്പടി മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ കൃപയാൽ അവിടുത്തെ ദിവ്യശക്തിയാൽ അനുഗ്രഹവും കൃപയും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, സാഹചര്യങ്ങളെ, തൊഴിലിടങ്ങളെ, പഠന മേഖലകളെ അനുഗ്രഹിക്കുവാൻ ഇവിടുന്ന് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വര ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വര നന്ദി, ഈശ്വര ആരാധന. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദിവികാരുണ്യനാഥനെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പിടിതരാതെ നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചർ തന്നെയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ തനത് ലക്ഷണം. ഉടമ്പടിക്ക് നമ്മൾ 4 ഫീച്ചർ ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്.
ഒന്ന്, അത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാം. സൈന്യത്താരെയല്ല, ശക്തിയാരെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അതാണ് ഉടമ്പടിയുടെ മുഖമുദ്രയായിട്ടുള്ള എഫീസസ് 2:8, സക്രിയ 4:6. ഇതാണ് ഫണ്ടമെൻ്റലായിട്ടുള്ള ഇതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യണ പലപ്പോഴും ഉടമ്പടിയുടെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഞങ്ങളിവിടെ ആൾക്കാരെ ഫിൽട്ടർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഉടമ്പടി സാക്ഷ്യമാണോ കോമൺ സാക്ഷ്യമാണോ എന്ന് തമ്മിൽ രണ്ട് ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ രണ്ട് തരം സാക്ഷ്യങ്ങളുണ്ടാകും. ഒന്ന് തനത് സാക്ഷ്യം, ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ടാകും. പിന്നെ കോമൺ സാക്ഷ്യങ്ങളുണ്ടാകും. എന്നുവെച്ചാൽ പൊതുവെ ഉടമ്പടി എടുത്തില്ലെങ്കിലും അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയാണ് ഉള്ളതാണെങ്കിൽ ചിലപ്പോഴത് ആൾത്താരയിൽ പറയിപ്പിക്കാൻ ചിലപ്പോഴും അവസരം കിട്ടത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടിയുടെ തനത് ഫീച്ചറുള്ള സാക്ഷ്യങ്ങളുള്ളവരുടെ എണ്ണം കൂടുതലായി വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. എങ്കിലും ചില ആൾക്കാരുടേത് കോമൺ സാക്ഷ്യങ്ങളാണെങ്കിലും ഒരെണ്ണമെങ്കിലും ചിലപ്പോൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാവും. അവിടെ ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറഞ്ഞ ഭാരച്ചുരുക്കം, ഗംഭീരമായ പ്രാരാബ്ധത്തോടെയുള്ള ഭയങ്കരമായൊരു വിഷയം, വളരെ തൂവലിൻ്റെ ഭാരത്തോടെ, ഒരു തൂവൽ ഭാരത്തോടെ അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് നമ്മൾ ചെയ്തത് നമ്മളല്ല, പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് ലൈറ്റ് വെയ്റ്റിങ്. അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ്. ഉടമ്പടി എടുക്കുന്നവർക്ക്, സത്യസന്ധമായ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു പ്രതിഭാസമായിട്ട് ഫീൽ ചെയ്യാം. മൂന്നാമത്തേത് ടൈം ഷോർട്ടണിങ് ആണ്. ടൈം ഷോർട്ടണിങ് അതായത് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുന്നു. ടൈം ഷോർട്ടണിങ് ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇന്നലെ ഒരു ചേട്ടത്തി ഒരു സാക്ഷ്യം പറഞ്ഞ് ടൈം ലാഗിങ് എന്നുവെച്ചാൽ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടന്നാൽ പ്രയോജനമില്ലാത്ത കാരണം അത് പ്രയോജനപ്പെടുന്ന സമയത്തേക്ക് ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകും. അതും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സത്യമാണ്. നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തില്ല, പക്ഷെ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നടന്ന് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. മറിച്ച് നമുക്ക് പ്രയോജനമുള്ള സമയത്തേക്ക് ഇങ്ങനെ സമയദീർഘത, ടൈം ഷോർട്ടണിങ് പോലെ തന്നെയാണ്, സമയ ചുരുക്കം പോലെ തന്നെയാണ് സമയദൈർഘ്യം വരണത്. ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു നാലാമത്തെ ഫീച്ചർ എന്ന് പറയണത്, അല്ലെങ്കിൽ അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയണത് പ്രസൻസാണ്. മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യതിരിക്തമാക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. അത് എല്ലാവരും തന്നെ സാക്ഷ്യം പറയുന്നതാണ്. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, കഴിഞ്ഞ ദിവസങ്ങളിൽ 1 കോടി മുല്ലപ്പൂ ലോഡ് ചൊരിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തെന്ന്. അപ്പം മാതാവിൻ്റെ സുഗന്ധമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. ശരിക്കും മഴമില്ല് വീശി നിൽക്കുന്നതും പിന്നെ ഇപ്പോൾ സർവ്വവ്യാപിയായിട്ട് വരണത് സ്വപ്നങ്ങളാണ്. ഒരു ദിവസം ഒരു സ്വപ്നത്തെക്കുറിച്ചെങ്കിലും പറയാതെ ഒരു സാക്ഷ്യദിനങ്ങൾ സമാപിക്കത്തില്ല. ആരെങ്കിലും ആയിട്ടെങ്കിലും സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കും. അത് വെറുതെ ഒരു കേവല സ്വപ്നങ്ങളല്ല, നിറവേറുന്ന സ്വപ്നങ്ങൾ. ഒരു വിഷയം നമുക്ക് പാടാണെന്ന് കണ്ടാൽ നമുക്കത് എടുക്കണ്ട എന്ന് വിചാരിച്ചാൽ, നമുക്ക് എടുക്കുന്നതാണ് പ്രയോജനമെങ്കിൽ ദൈവം അത് എടുക്കുന്നതായിട്ട് സ്വപ്നം കാണിക്കും. അപ്പം നമുക്ക് മനസ്സിലാകും അതെടുക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സിലബസിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓപ്ഷനായിരിക്കും, ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം, വീടായിരിക്കാം. നമ്മൾ വേണ്ട കളപ്പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന സമയം എടുക്കാൻ വേണ്ടി ദൈവം പറയും. അത് സ്വപ്നത്തിലേക്ക് വരുന്നത്. അതിന് പ്രസൻസ് എന്ന് പറയും. ഉടമ്പടിയിലെ എല്ലാ ദിവസവും തന്നെ സ്വപ്നങ്ങളെക്കുറിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ സ്വപ്നങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയും. കാര്യം ബൈബിളിലെ
ഈ പുതിയ കാര്യമല്ല. പണ്ട് മുതലേ ഈ സ്വപ്നങ്ങൾ ഇവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു മനസ്സ് നമ്മൾക്ക് പർട്ടിക്കുലറായിട്ട് ആ വ്യക്തിയെ ആണ് ഉദ്ദേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും, ദർശനങ്ങൾ. അപ്പോൾ 5 ഫീച്ചേഴ്സ് വന്നിപ്പോൾ: സമയ ചുരുക്കം, സമയദൈർഘ്യം, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. ഈ 6ാമത്തെ ഒരു ഫീച്ചറുണ്ട്, ശുഭമാക്കുക എന്ന് പറയും. ശുഭമാക്കുക. എല്ലാ സാക്ഷ്യങ്ങളെയും പരിശോധിക്കുമ്പോൾ ശുഭമാക്കുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും സംഭവിക്കുന്നത്. അതിനാണ് ശുഭമാക്കുക. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ശുഭമാക്കുക കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു വിഷയം വിചാരിക്കുന്നു, എന്നിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് ദൈവം വേറെ യൂണിവേഴ്സിറ്റി കൊണ്ട് നമുക്ക് അഡ്മിഷൻ തരുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പാടാണ്. പക്ഷേ ദൈവത്തിനറിയാം മറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിന്നവിടെ കൂടെ പ്ലേസ് ചെയ്യും. അതിനാണ് ശുഭമാക്കുക എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു ഓപ്ഷൻ വെക്കേണ്ടത് ശുഭമാക്കണമേ എന്നുള്ളത് പ്രാർത്ഥനയുടെ ഭാഗമാക്കണം. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന നോക്കിയാൽ മനസ്സിലാകും. എല്ലാവരും പ്രാർത്ഥിക്കണം, ശുഭമാക്കാനാണ് പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബുദ്ധിയിൽ ചിന്തയിൽ അറിവിൽ ഇത്രയുമേ ഉള്ളൂ. പക്ഷേ നിൻ്റെ കഴിവിലും ചിന്തയിലും ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ കഴിവനുസരിച്ച് ഈ വിഷയത്തിൻ്റെ മേൽ ഇടപെടണമേ എന്നാണ് ശുഭമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു സംഭവമാണ്. എബ്രഹാം പുത്രനെ വിടുമ്പോൾ, എബ്രഹാം പുത്രന് വേണ്ടി ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ഭൃത്യനെ അയക്കുമ്പോഴും ഈ ശുഭമാക്കാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടത്. അതുപോലെ തന്നെ തോബിത്ത് കൊച്ചു തോബിയാസിന് കടം മേടിച്ച കാശ് രഘുവേലിലേക്ക് ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി, രഘുവേൽ ഒരു ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ്, തോബിത്തിൻ്റെ വളരെ അകലെ താമസിക്കുന്ന ആളാണ്. അപ്പം മകൻ തോബിയാസിനെ പറഞ്ഞു വിടും ആ കാശ് വാങ്ങിക്കാൻ വേണ്ടി, കൊടുത്ത കാശ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോഴും വൈഫ് എതിരായിരുന്നു, എതിരായിരുന്നു. അന്ന പറയും, മനുഷ്യ നിങ്ങൾ എന്നാ ഒരു പണിയാണ് കാണിക്കണത്, നമുക്ക് ആകപ്പെട്ടൊരു മകനേ ഉള്ളു, ഇത്രയും ദൂരത്ത് എങ്ങനെ അവനെ പറഞ്ഞു വിട്ടിട്ട്, നിനക്ക് കാശിന് എത്ര രണ്ടാളമാണ്, മകനല്ലേ കാശിനേക്കാൾ വലുത്. അപ്പോൾ തോബിയാത്ത് പറയും, ഇല്ല കുഴപ്പമില്ല, അവൻ പോട്ടെ. തോബിത്ത് പറയാൻ പോട്ടെ, അവൻ പോയിട്ട് നീ തിരിച്ച് അവൻ സുരക്ഷിതനായിട്ട് വരുന്നത് നീ കാണും. പക്ഷേ തോബിയാസ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൻ്റെ യാത്ര ശുഭമാക്കണമെന്നാണ്. ശുഭമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധി യാത്ര, ഇതിൻ്റെ വഴികൾ, ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ, അത് എൻ്റെ അറിവനുസരിച്ച് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ യാത്രയ്ക്ക് നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നീ ഈ വിഷയത്തിൽ നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് ഈ യാത്രയിൽ ഇടപെടണമേ. എനിക്ക് വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഉൽപ്പത്തി 24:40. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവ് തന്റെ ദൂതനെ നിന്റെ മുൻപേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും. ഇതിന്റെ സന്ദർഭം എന്ന് പറയണത്, എബ്രഹാത്തിന്റെ പുത്രനെ ഇസഹാക്കിന് ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്യനെ പറഞ്ഞയക്കുന്നതാണ് സ്വന്തം നാട്ടിലേക്ക്. അപ്പോൾ അവർ ഡിയാസ്പൊറയിൽ താമസിക്കുകയാണ്, അകലെ താമസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ ഇത്രയും ഈ പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്യനെ വിടുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രഹാം വയസ്സാണ്, അതുകൊണ്ടാണ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പറ്റത്തില്ല, ഇവരുടെ രക്തത്തിലുള്ള പെണ്ണിനെ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ ഭൃത്യൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ നമ്മുടെ ജന്മനാട്ടിൽ പോയിട്ട് ഇസഹാക്കിനൊരു പെണ്ണിനെ ചോദിക്കുന്നു.
പക്ഷേ അവൾ എൻ്റെ കൂടെ വരണ്ടേ? അതാണ് ഇവിടെ എൻ്റെ വിഷയം. മാറ്റർ അത്ര ഈസി അല്ല. ഈ സ്ത്രീക്ക്, ആ വീട്ടുകാർക്ക് നമ്മളെ ബോധിക്കണം, എന്നിട്ട് ഈ ഭൃത്യൻ്റെ കൂടെ വരണം. അത് വന്നില്ലെങ്കിൽ ഉടമ്പടി, ഇബ്രാഹിം പറയും ഞാൻ നീയുമായിട്ട് ചെയ്ത് അത് ഉടമ്പടിയാണ്. ഉടമ്പടി ചെയ്താൽ ഇവിടെ വിടണത്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉടമ്പടി പരിധി വരണതാണ്. പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ബൈബിള് ഉടമ്പടിയുടെ പരിധി കൊണ്ടുവരും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് കവനൻ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ നിയോഗങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊന്നും ഉടമ്പടി വെക്കേണ്ട കാര്യമില്ല ശരിക്കും. അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ സ്വാഭാവികമായുള്ള കാര്യങ്ങൾ കൊണ്ടോ അത് നടന്നു പോകും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്താണ് വിഷയമെങ്കിൽ അത് ദൈവത്തെ നിയമപരമായിട്ട് തന്നെ ദൈവത്തെ അതിനെ ബൗണ്ട് ചെയ്യിക്കണം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിയമപരമായി ദൈവത്തെ ബൗണ്ട് ചെയ്യിക്കുകയാണ്. നിയമം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പഴയ നിയമം അല്ലെങ്കിൽ പ്രമാണങ്ങൾ നിയമപരമായിട്ട് നമ്മൾ ലീഗൽ വെലിഡിറ്റി എന്ന് പറയും, നിയമസാധുത. അപ്പോൾ നമ്മുടെ ഒരു വിഷയത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നമ്മൾ കുറച്ച് നിയമപരമായ വാലിഡിറ്റി വേണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാമെന്ന് നമ്മൾ ദൈവത്തോട് വാഗ്ദാനം ചെയ്യണം. അങ്ങനെ നിയമപരമായി ദൈവത്തെ കക്ഷി ചേർക്കണം. ആ വിഷയത്തിൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാവുന്ന. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിലെ നിബന്ധനകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിയമങ്ങൾ. ഉടമ്പടി നിങ്ങൾ ക്രിസ്ത്യൻസ് എടുത്തോ നോൺ ക്രിസ്ത്യൻസ് എടുത്തോ ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ ആരെടുത്താലും ആ ഉടമ്പടിയുടെ നിയമങ്ങൾ നിങ്ങളുടെ രീതി കൊണ്ടുപോയി ആക്കിയെടുക്കരുത്. ദൈവിക നിയമങ്ങളാണ്. അത് പാലിച്ചോളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അത് നിങ്ങൾ അതിൻ്റെ അത് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡൈല്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, നിയമമാണത്. അത് ഞായറാഴ്ചയാണ്. അത് എക്സോർവായി ഉടമ്പടി എടുത്താലും ഞായറാഴ്ച പാലിക്കാൻ ബാധ്യസ്ഥമാണ്. സംശയമില്ലല്ലോ. നിങ്ങൾ മരമറിയാതെ കൊടിയിട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാനൊരു സാക്ഷി ദിവസങ്ങൾ കേട്ടത് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷിയാണ്. അത് ശുഭമാക്കണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത് ശുഭമാക്കലെടുക്കാൻ കാരണം. രമ്യ രവീന്ദ്രൻ ഇവിടുന്ന് UK ചെല്ലും. അപ്പോൾ രമ്യ രവീന്ദ്രൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ് പ്രോബ്ലം. അവർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഹോസ്പിറ്റൽ നേഴ്സാണ്. അവർ UK ചെല്ലുമ്പോൾ അവർക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം. അതാണ് അവരുടെ മെറിറ്റിൽ നിൽക്കാത്തതിൻ്റെ കാരണം. നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടി എന്താ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. അപ്പോൾ രമ്യ രവീന്ദ്രന് ഈ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരാനുള്ള മെറിറ്റില്ല. എന്താ കാരണം? ഭർത്താവിനെയും മക്കളെയും അവിടെ കൊണ്ടുവരണമെങ്കിൽ വീട് വേണം. അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് വീടാണ്. പക്ഷേ വീട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. വീട് അവസാനം ഇവർ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരും. കാര്യം ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു പോയതാണ്. ഒരു വീട് സെറ്റ് ചെയ്തതാണ്. കിട്ടുമെന്നൊക്കെ ഉറപ്പായിട്ട് അഡ്വാൻസൊക്കെ കൊടുത്ത സംഭവമാണ്. പക്ഷേ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ ഭർത്താവും മക്കളും ഫ്ലൈറ്റൊക്കെ കയറിയപ്പോഴത്തുണ്ട് ആ കിട്ടിയ വീട് കട്ടായിപ്പോയി. അവിടുത്തെ കൗൺസിലർമാരുമായിട്ട് എന്തോ നിയമപരമായ പ്രശ്നം വന്നിട്ട് കൗൺസിലർ പറഞ്ഞ് ഈ വീട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവും മക്കളും ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ടായിപ്പോയി. പക്ഷേ കിട്ടിയ വീട് പോവുകയും ചെയ്തു. ഇപ്പം രമ്യ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പം എന്ത് വിഷയം ഉണ്ടെങ്കിലും കൃപാസനം മാതാവിനോട് ഉടനെ പറയും,
അമ്മ അവർ സ്റ്റാർട്ടായി പോയല്ലോ, ഇതിപ്പോഴ് ഇവിടുന്ന് വീട് കിട്ടി, കയ്യിലുണ്ടായിരുന്ന വീട് കിട്ടാൻ പോയ വീട് കയ്യിൽ നിന്ന് മുട്ടയും പോവുകയും ചെയ്യേ, ഞാൻ എവിടെ പൊറപ്പിക്കുമെന്ന് ചെയ്യും. അത് വലിയ തലവേദനയാവും. കാര്യം ഇവരുടെ ഹോസ്റ്റലിൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു നേഴ്സിന് താമസിക്കാം, ലേഡീസ് ഹോസ്റ്റലല്ല. അവിടെ എങ്ങനെ ഫാമിലി താമസിക്കണത്? അത് നടക്കത്തില്ല. അപ്പോൾ രമ്യ മാതാവിനോട് പറഞ്ഞ് വളരെ പട്ടാങ്ങി പറഞ്ഞപ്പോൾ മാതാവ് ഒരു സെറ്റിൽമെൻറ്റ് കൊടുത്തു. 1 മാസത്തേക്ക് ആ ഹോസ്റ്റലുകാർ ഇവർ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും രമ്യയും ലേഡീസ് ഹോസ്റ്റലിൽ. എന്തൊരു കഷ്ടമാണെങ്കിൽ സംഭവം. എന്നാലും അമ്മ നമുക്കറിയാമല്ലേ, ഈ നെഞ്ചിൽ തൂങ്ങണ കശ്രുവില്ലേ, അത് വലിയൊരു ഉറപ്പാണ്. അതെന്താ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓടി കൃപാസനത്തിൽ വരാൻ പറ്റുമോ? ഇല്ലല്ല. അപ്പം നെഞ്ചിലെ കശ്രം പിടിച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഉടമ്പടിയാണ്. അത് ഉടമ്പടി കാശിരു എന്ന് എൻ്റെ പേര്, വേറെ കാശിരൊന്നുമല്ല. അതുകൊണ്ടാണ് അതുപോലെ വേറെ ഒന്നും ഇല്ലാത്തത്. അത് വെച്ച് കഴിഞ്ഞാൽ അതിന്മേ തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുമെന്ന് പറയാൻ കഴിയും. അപ്പം ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യല്ല. രമ്യ ഉടമ്പടിയിൽ അങ്ങനെ നിലനിൽക്കുന്ന ആളാണ്. കാര്യം നിലനിൽക്കുന്ന ആളായതുകൊണ്ട് അവൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അവൾ ഈ കാശി തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലുമ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്ത്, പെട്ടെന്ന് തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ തന്നെ ഇവർക്കൊരു പ്രൊവിഷൻ കൊടുത്ത്, ഭാര്യയും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും തൽക്കാലം ഈ ലേഡി ഹോസ്റ്റലിൽ താമസിക്കാം, 1 മാസം കഴിയുമ്പോൾ മാറണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തൽക്കാലം വന്നവർ മഞ്ഞ് കൊള്ളാതെ അതിൻ്റെ കയറി താമസിക്കുന്നുണ്ട്. പക്ഷേ ഞാണമ്മക്കളി പോലെയുള്ള പരിപാടിയാണ്. ഈ ഞാണമ്മയിൽ നമ്മളെ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നിരാശപ്പെട്ട് തൂങ്ങിക്കെട്ടിപ്പോയി തൂങ്ങിച്ചാകണമെന്നല്ല എൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കണമെന്നാണ് ഉദ്ദേശിക്കണം. ഉടമ്പടിയിലുള്ളവർക്ക് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ ഉണ്ടായാലുള്ള ഗുണം പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നുള്ള ഉറപ്പാണ്. അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ. അതായത് ഉടമ്പടി ഉള്ളവർക്ക് അവർക്കൊരു ക്ലെയിമുണ്ട്. കാര്യം ഉടമ്പടിയിലാണല്ലോ നമ്മളിരിക്കുന്നത് ദൈവമായിട്ട്. അപ്പോൾ ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ക്ലെയിമുണ്ട്. ഈ ക്ലെയിം വെച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഉടമ്പടി നിങ്ങൾ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഉഴപ്പരുത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമയത്ത് വിളിച്ചാലൊന്നും ഉടമ്പടി ബ്രേക്കാണെങ്കിൽ പ്രാർത്ഥന ഫ്ലോപ്പായി പോകും. ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാനും ഉപ്പ് നോക്കാനും ഒക്കത്തില്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് എല്ലാം വെരിഫൈ ചെയ്യണം. 3 പേരെ നിർത്തിയല്ലേ വെരിഫൈ ചെയ്യണത്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്കാർ അവർ സ്ട്രിക്റ്റ് ഉടമ്പടിയിലാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ വെരിഫിക്കേഷൻ മുഴുവൻ നടത്തുന്നത്. സ്ട്രിക്റ്റ് ഉടമ്പടിയിലല്ലാത്ത ഒരാൾക്കാർ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? 500 പേര് ഉടമ്പടി എടുക്കുന്നുണ്ട്. അവരിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 100 പേരെ 120 പേരെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴവർ മാന്യം വരെ ഉടമ്പടി ജീവിക്കുന്നവരെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രോഗികളൊക്കെ നോക്കും. അതെന്തിൻ്റെ കണ്ടീഷനാണ് നോക്കണത്? അവരുടെ മകളോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് അവിടെ നിൽപ്പുണ്ടാവും ബൈസ്റ്റാൻഡറായിട്ട്. ആ ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കറക്റ്റായിരിക്കും. ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കിടക്കുക. അതുകൊണ്ടാണ് ചേടത്തിയുടെ ഉടമ്പടിയുമായിട്ട് അനിയത്തി വരരുതെന്ന് പറയണത്. ഞാൻ നോക്കുമ്പോൾ അവിടെ നോക്കിയാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇവിടെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചാണ് എടുക്കണത്. ഞാൻ ചോദിക്കും, ഈ വ്യക്തി നിങ്ങളുടെ ആരാണ്? ഇത് ചേച്ചിയാണ്. ചേച്ചിയുടെ കാര്യം നിങ്ങൾ ഉടമ്പടി എഴുതിയിട്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. തീർന്നില്ലേ? അതാണ് ചിലർ ചെയ്യണം മണ്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിക്ക് ഇപ്പോൾ എന്തോ ഒരു പ്രത്യേക അവസ്ഥ വന്ന് അവിടെ ഫോട്ടോ എടുത്ത് വരികയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ വിഷയം ഉടമ്പടി എഴുതിയിട്ടില്ല. ഇവിടെ അച്ഛനെ കണ്ടെന്ന പേരുമാണ് അവസാനം. കാര്യം ഈ ഉടമ്പടി ഇല്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഇവർക്ക് വേണ്ടി ഒരു ഉടമ്പടി ജീവിച്ചിട്ടില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല. ഇപ്പോഴെന്തോ വിഷയം ഉണ്ടായപ്പോൾ അവിടെ പടവും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് ഉടമ്പടിയായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി ഇവരിവിടുന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവർ ഉടമ്പടിയെ ആ മാതാവിനെ ഈ ഏറ്റുപറയുമോ? ഇല്ല. അവർ പറയും ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് സുഖപ്പെട്ടാണെന്ന് പറയുള്ളൂ. ഈ ചേച്ചി പറഞ്ഞതിനകത്ത് നിൽക്കത്തില്ല. ഈ അസുഖം എനിക്ക് നല്ലവണ്ണം അറിയാം. ഇനി അവർ സുഖപ്പെട്ടാൽ തന്നെയും അവർ ദൈവത്തെ ഏറ്റുപറയുമോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, എടീ ഞാൻ നിനക്ക് വേണ്ടി അച്ഛനെ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അവർ പറയേ ഉള്ളൂ, ദൈവത്തിനെ ആക്ഷേപിക്കേ ഉള്ളൂ. അതുകൊണ്ട് ഈ സാധനം ശരിയാകത്തില്ല.
ഞാൻ പറഞ്ഞു അവരോട് ആരെങ്കിലും ഉടമ്പടി എടുക്കാൻ പറയുന്നു പറയാം. അവർ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഉടമ്പടി എടുക്കാൻ പറയുന്നവർ. അതാ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന്. ഉടമ്പടിയിൽ എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ വേണം. കാര്യം ഉത്തരവാദിത്തപ്പെട്ടൊരു ആധ്യാത്മികമായ ഒരു ബന്ധമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ പറയും ദാറ്റ്സ് ഓക്കെ, ഇപ്പോൾ പരീക്ഷയാണ്, എനിക്കൊന്നും പറയാനില്ല, ഞാൻ നിങ്ങളെ ആശീർവദിച്ച കർത്താവ് നിങ്ങളെ സഹായിക്കും. പക്ഷെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കണം. പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പ്രായമായിട്ടില്ലെങ്കിൽ അമ്മ എന്താണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് 16 വയസ്സായിട്ടുള്ള, ശരി സമ്മതിച്ച്. പക്ഷേ അപ്പം അമ്മ ചെയ്ത ജോലി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അമ്മ എന്താണ്, അപ്പൻ എന്താണ് ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ അത്രയും ഹോംവർക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ മാത്രമേ ഈ പ്രാർത്ഥന ജനുവിനാകത്തുള്ളൂ. അല്ലെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കണ പോലെ ഇരിക്കും. അങ്ങനെ സത്യസന്ധമല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം അംഗീകരിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. കാര്യം ഇതിന് സത്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ദിവ്യകാരുണ്യനാഥ, ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സാങ്കല്പികമായ അല്ലെങ്കിൽ ആശയ ജീവിതമല്ല ശരിക്കും. ആധ്യാത്മിക ജീവിതം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വസ്തുനിഷ്ഠമായ ജീവിതമാണ്. ഇപ്പം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എല്ലാ മേഖലകളിലും, എല്ലാ വസ്തുതകളിലും, എല്ലാ ആധ്യാത്മിക അനുഭവങ്ങളിലും ഒരു ദൈവരാജ്യമുണ്ട്. എന്നുവെച്ചാൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള തിരുമനസ്സ്. അപ്പം നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നു ഇല്ലേ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അത് അവിടെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? അങ്ങയുടെ തിരുമനസ് പറഞ്ഞ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ ദൈവത്തിന്റെ തിരുമനസ് നിറവേറുന്നതാണ് ദൈവരാജ്യം. ഉറപ്പല്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്ന അക്കാഡമിയിൽ ജോലി കിട്ടിയില്ല, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിലും ദൈവരാജ്യം നിറവേറിയില്ലെന്ന് നോക്കിയാൽ മതി. നമ്മൾ പിടിയിട്ടില്ലേ? നിങ്ങൾ പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരാളെ ദൈവത്തിൻ്റെ ആളായിട്ട് എടുത്തു കഴിയുമ്പോൾ ദൈവരാജ്യമായി ആ സംഭവം. എപ്പോഴും നമ്മൾ അതാണ് പറഞ്ഞത്, ഇത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഒരു ചെറുക്കന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പോലെ സ്വഭാവമുള്ള, ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും മനസ്സിലാക്കാൻ പറയും, മാതാവേ ഇവൻ്റെ സ്വഭാവം ചിലപ്പോൾ നിൻ്റെ സ്വന്തം ബന്ധുവാണ്, കാരണം കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും പറയും ഇവൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ചിലപ്പോൾ 10 വയസ്സ് തൊട്ട് പ്രാർത്ഥിക്കും ഇന്നാളിൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ. പക്ഷേ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നേരെ കടകവിരുദ്ധ, ഇവൻ്റെ സ്വഭാവമല്ല, ഇവൻ്റെ ഉപ്പാപ്പൻ്റെ സ്വഭാവം പോലും ഉണ്ടാകത്തില്ല. നേരെ കടകവിരുദ്ധമായ ഒരു ചരക്കായിരിക്കും വരണത്. അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾക്ക് ദൈവമേ എൻ്റെ ജീവിതം മുടിഞ്ഞെന്ന് പറയും. അപ്പം നിൻ്റെ രാജ്യം നടക്കണില്ല അവിടെ. പക്ഷേ നീ ഇത് ദൈവത്തിൻ്റെ പേരിൽ എടുക്കണം എന്ന് വിചാരിച്ചോ, അപ്പോൾ ദൈവരാജ്യമായി. പിടിയിട്ടില്ലേ? നിൻ്റെ മനസ്സല്ല ഇവിടെ നടക്കണത്. അയാളെ നിന്നെ മനസ്സിലാക്കണില്ല, നിന്നെ അംഗീകരിക്കണില്ല. അപ്പോൾ നീ പറയും നിന്നെ ചാക്കിടാൻ വേണ്ടിയും നിന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടിയും കുറേ ചെറുക്കന്മാരൊക്കെ പഠിക്കണ കാലത്ത് കുറേ പൂവാലത്തിലൊക്കെ പറയും. അതൊക്കെ വലിയ ആനക്കാര്യമായിട്ട് നീ കെട്ടിയിടുന്ന വിളിച്ചുകൊണ്ട് നടക്കും, മനസ്സിൽ നടക്കും. എന്ത് പറയും? ദൈവമേ അവനക്ക് എത്ര പേരിൻ്റെ പുറകെ നടന്നാണ് അവസാനം ഈ കാലമാടാണല്ലോ കെട്ടി എന്നൊക്കെ പറയും. ഇതൊക്കെ തന്നെത്തായിരുന്നു പറയണതാണ്. സ്വരത്തിൽ പറഞ്ഞാൽ ചില പണപ്പലുണ്ടാകത്തില്ല, അതിന് പറയത്തില്ല നമ്മൾ. കാര്യം ഫസ്റ്റ് പാട്ടിനല്ല നമ്മൾ കിട്ടിയിരിക്കണത്. അവിടെ പക്ഷേ നമ്മുടെ മനസ്സിലെങ്കിലും തോന്നും തരുമിസ് നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. മനസ്സിലായി? നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. കാര്യം എന്താണ്? നിങ്ങളുടെ മനസ്സ് കൊണ്ട് സങ്കല്പിച്ച ആളെ തന്നെയാണ് ഇപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ എന്താ പ്രശ്നം? ഇത് നമ്മൾ അംഗീകരിക്കാത്തോളം, ഇപ്പോഴത്തെ പദ്ധതികളെ അംഗീകരിക്കാത്തോളം കാലം ഇതിനു വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് കുറയും. ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണം മക്കളെ, ഞാൻ അതൊക്കെയാണ് പറയണത്. അതായത് നിങ്ങൾ ഈ ദൈവിക പദ്ധതിയായിട്ട് ഇപ്പോൾ ഉള്ള ചെറുക്കനെയോ പെണ്ണിനെയോ അംഗീകരിക്കണില്ല.
അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കണ കാരണം ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻ്റ് ഉണ്ട്, കൃപയുടെ അലോട്ട്മെൻ്റ് ഉണ്ട്. നിങ്ങളിത് അംഗീകരിക്കണില്ല. നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നന്നാകണമെന്ന് പറഞ്ഞാൽ നന്നാകത്തില്ല. എന്താ കാരണം നിങ്ങൾ നന്നാകണമെന്ന് പറയണത് നിങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റു ചെറുക്കനെ പോലെ ഇവനാകണമെന്നാണ് പറയണത്. അത് ദൈവം ആക്കി കൊടുക്കണമെന്നാണ് പറയണത്. പെണ്ണുങ്ങളുടെ മണ്ടത്തരങ്ങൾ ഭയങ്കര കഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ ഭർത്താവ് നന്നാകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അവബോധ മനസ്സിൽ നിങ്ങൾ പണ്ട് ഇഷ്ടപ്പെട്ടുള്ള ചെറുക്കനെ പോലെ ഈ കെട്ടിയ ചെറുക്കനാകണം, കെട്ടിയ പെണ്ണാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു ഭ്രാന്താണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് പറയണത്, അതായത് പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയത്തില്ലേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതായത് സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബ്ലോക്ക് വരാൻ കാരണം പ്രാർത്ഥനയിൽ ഘടനാപരമായ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ്. ദൈവരാജ്യമല്ല ചോദിക്കണത്, ദൈവരാജ്യമായിരിക്കണം ചോദിക്കേണ്ടതെന്നാണ് സ്വർഗസ്ഥനായ പിതാവിലൂടെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ദൈവരാജ്യം പുലരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അതെന്താണ് കാര്യം? ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിൽ നമ്മൾക്ക് ഈ ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടി മാത്രം പരിശുദ്ധാത്മാവിൽ നമ്മളെ ഒരുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും. അത് ലോക സന്തോഷമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നീതിയും ദൈവരാജ്യം ഭക്ഷണവും പാനീയവും 14-17 എടുത്ത് 14-17 റോമ 14:17 ദൈവരാജ്യം എന്നാൽ പറഞ്ഞ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. എന്താ ലോകരാജ്യമല്ലെന്നായി പറയണത്? ഞാൻ ആശിച്ച ചെറുക്കൻ, ആശിച്ച വീട്, ആശിച്ച കാറ്, അതാണ് ഭക്ഷണവും പാനീയവും എന്നുള്ള വാക്ക്. നീ ആഗ്രഹിക്കണമല്ലെന്ന് മനസ്സിലായില്ലേ? അത് ലോകരാജ്യം എന്ന് എൻ്റെ പേര്. നീ ദൈവരാജ്യത്തിന് പ്രാർത്ഥന ചൊല്ലിയിട്ട് ലോകരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതാണ് എൻ്റെ അത് വരുന്ന ഒരു ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകരാജ്യം വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് തിരുത്തിക്കൊണ്ടാണ് ആദിമസഭയോട് പറയണത് ദൈവരാജ്യം 14:17 റോമ എന്താണ്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പോഴേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം പുലരുമ്പോൾ അതിൻ്റെ സൈമൾട്ടേനിയസ് സമാന്തരമായ അലോട്ട്മെൻ്റ് ഉണ്ടാകും. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൽ സന്തോഷം ഉണ്ടാകും. ലോകരാജ്യത്തിനില്ലാത്തത്, ലോകരാജ്യത്തിൻ്റെ സന്തോഷം ലോക സന്തോഷമാണ്. ലോക സന്തോഷം ഇപ്പം നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കിട്ടി, അല്ലെ പെണ്ണിനെ കിട്ടി, ഇഷ്ടപ്പെടുന്ന വീട് കിട്ടി, ഇഷ്ടപ്പെടുന്ന ട്രാൻസ്ഫർ കിട്ടി, ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടി, അപ്പം നിനക്കൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം എന്ത് സന്തോഷമാണ്? ലോക സന്തോഷമാണ്. ലോക സന്തോഷത്തിനുള്ള കുഴപ്പം എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഇപ്പം നിനക്കൊരു ജോലി കിട്ടുമ്പോൾ നിനക്കൊരു സന്തോഷമുണ്ടാകും. അത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അല്ലത്. അത് നിന്നെ പഠിച്ചതിൽ നിനക്ക് ജീവിക്കാനൊരു മാർഗമായല്ലോ എന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ കിട്ടുമ്പോൾ നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും. എന്താ? നിങ്ങളുടെ സന്തോഷം പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജോലിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയും അപ്പോൾ ജോലി കിട്ടിയ സന്തോഷമൊന്നുമില്ല. ജോലി തന്ന ദൈവത്തിൻ്റെ പാരയും പണിയതുകൊണ്ട് വീട്ടിലിരിക്കുകയും. ഇതാണ് വിഷയം. ഇതാണ് നിങ്ങളിലുള്ളത് എന്താണെന്ന് മനുഷ്യരിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം എന്ന് ഈശോ പറയത്തില്ലേ? മനുഷ്യന്മാരുടെ ഈ സന്തോഷമൊക്കെ കാണുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമല്ല. ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി, അപ്പം നിങ്ങളുടെ വീട്ടിലെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അമ്മ അസുഖക്കാരിയാണെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പം പലരും ട്രാൻസ്ഫർ വാങ്ങിക്കണത് ഇല്ലാത്ത അമ്മയ്ക്ക്, വെറുതെ പയർ പോലെ നടക്കുന്ന അമ്മയ്ക്ക്
തറവാദമാണെന്നും പറഞ്ഞാണ് ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത്. അതൊന്നും ദൈവരാജ്യമല്ല, ലോകരാജ്യമല്ലേ. ജോലി ഉടമ്പടി ചെയ്ത് ജോലി വാങ്ങിച്ചത് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. ഉടമ്പടിയിലുണ്ടായിരുന്ന വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ട്. എങ്ങനെ നഷ്ടപ്പെട്ട്? ഇപ്പം നിങ്ങൾ യൂണിയൻകാർക്ക് 50,000 രൂപ കൊടുത്തിട്ട് അപ്പോൾ അവർ പറഞ്ഞ് കള്ളക്കഥ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അമ്മ ഒടുങ്ങിക്കിടക്കുകയാണ്, അമ്മയ്ക്ക് ക്യാൻസറാണ്, വെറുതെ പയർ പോലെ നടക്കുന്ന അമ്മയ്ക്ക് ക്യാൻസറാണ്. എന്തിനാണ്? നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണം. കള്ള നുണ പറഞ്ഞ് ഉടമ്പടി എടുത്ത് ജോലി കിട്ടി, കള്ള നുണ പറഞ്ഞിട്ട് ഇപ്പം നടക്കണ എങ്ങനെയാണ്? ലോകരാജ്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പിശാച് ഇവിടെ വരുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഒറ്റ നടക്ക് പോകണില്ല, കാര്യം കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവരാജ്യത്ത് നിന്ന് പോയിട്ട് ലോകരാജ്യത്തിലാകുമെന്നാണ്. അതാ മനുഷ്യരുള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്നു. ടെക്തവിടപ്പം 2:24, യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ദൈവരാജ്യത്തിലാണാ ജീവിക്കണത്, ലോകരാജ്യത്തിലാണെന്നാ ചോദിക്കണത്. 25 വായിച്ചു. 2:25. മനുഷ്യരെ പറ്റി ആരുടെയും സാക്ഷ്യം അതാണ്. മനുഷ്യരെ കുറിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് സർട്ടിഫിക്കറ്റ് എല്ലാം കള്ളത്തരമാണെന്ന് നമുക്കറിയാം. മനുഷ്യരെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? 2:25 എന്താ പറയുക? മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം, ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, മനുഷ്യന്റെ കാര്യം കാണാൻ വേണ്ടി പിശാചന്റെ കാലും പിടിക്കും. അവൻ ദൈവത്തിന്റെ കാല് പിടിച്ചോണ്ടിരിക്കണായിരിക്കും, പക്ഷെ കാര്യം കാണാൻ വേണ്ടി അവൻ വേണ്ടി വന്നാൽ പിശാചന്റെ കാലം പിടിക്കും. അതാണ് മനുഷ്യരുള്ളത്. നിങ്ങൾ ചിന്തിക്കണേ, ഉടമ്പടിക്കാരൊന്ന് ചിന്തിക്കണം. ആടെ കാലിലാണ് പിടിച്ചിരിക്കണം നോക്കണം. ഇടയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊന്ന് നോക്കിയേക്കണം. ദൈവത്തിൻ്റെ കാലിലാണോ പിശാചിൻ്റെ കാലിലാണോ നോക്കിയേക്കണം. കാര്യം പുള്ളിക്കാരനെല്ലാം സ്കാൻ ചെയ്തേ എടുക്കത്തുള്ളൂ. ഈ അഭ്യാസം ഒന്നും അവിടെ നടക്കത്തില്ല. ജെയ്സന്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഞാൻ ശ്രങ്കൻ വിസായ്ക്ക് ശ്രങ്കം വിസായ്ക്ക് ഞാൻ ഒത്തിരിയേറെ ബയോഡേറ്റ അപ്ലോഡ് ചെയ്തിരുന്നു 12 കൊല്ലം മുമ്പ്. ഇപ്പം എന്താ സങ്കടം? അത് മുഴുവൻ കള്ളത്തരമായിരുന്നു അയച്ചു കൊടുത്തതെല്ലാം. സംഘം വിസക്ക് അയച്ചു കൊടുത്ത് ചില ആൾക്കാർ എന്നാ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ചെല്ലാൻ വേണ്ടി ഇപ്പം ഫാമിലി ആയിട്ടൊരു സാക്ഷി അങ്ങനെ ഉണ്ടായിരുന്നു. ഫാമിലി ആണെങ്കിൽ അവിടെ എടുക്കത്തില്ല. അതുകൊണ്ട് ഫാമിലി അല്ലെന്നാക്കാതെ ഡൈവേഴ്സ് ആണെന്ന് പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഒരുത്തൻ ഡൈവേഴ്സ് ആയ പിന്നെ പ്രശ്നമില്ലല്ല. നിയമപരമായിട്ട് ഡൈവേഴ്സ്ഡാണ്. സർക്കാരിനെ പറ്റിച്ചിരിക്കുകയാണ്, അമേരിക്കനെ പറ്റിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരാൾ പോയി ന്യൂയോർക്കിലും വാഷിങ്ടണിലും പിന്നീട് അവർ അടുത്തടുത്ത സ്ഥലത്ത് താമസിക്കുകയാണ്. കാര്യം ഡൈവേഴ്സ്ഡ് ആണെന്ന് പേപ്പറിലേ ഉള്ളൂ. അവരൊരുമിച്ചാണ് ജീവിക്കണത്. പോലീസിന് ഈ പേപ്പർ തിരക്കി നടക്കാൻ പറ്റുമോ? പക്ഷെ പോലീസിനെ പറ്റിക്കാം, പക്ഷെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് വളരെ ഇങ്ങനെ പ്രാർത്ഥന മൊത്തം തകിടം പറയാൻ സാധ്യതകളുണ്ട്. കർത്താവ് ഇതിൻ്റെ ഒരു ബ്ലോക്കിങ് തന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നം. ദൈവരാജ്യത്തിൽ നിന്ന് മനുഷ്യൻ ലോകരാജ്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ബ്ലോക്ക് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? ഞങ്ങളെ ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനയൊന്നുമില്ല. ഒരു ഡോക്ടർ വെളുപ്പിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ കുഞ്ഞിന്, എൻ്റെ പേരക്കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അവൻ സംസാരിക്കണില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങൾക്ക് അപ്പാപ്പനും അമ്മാമ്മയ്ക്കും അവർക്ക് അത്ര പ്രായമൊന്നുമില്ല, നല്ല പയറുപോലെ നടക്കുന്ന മനുഷ്യരാണ്, ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ പുതിയ വല്ല പ്രാർത്ഥനയോ ഉണ്ടാന്ന് ചോദിച്ചു. എന്താണ്? ഈ മകനെ സംസാരിപ്പിച്ചെടുക്കാൻ പറ്റിയ പുതിയ പ്രാർത്ഥന വല്ല ഉണ്ടാകുന്നു. പുതിയതായാലും പഴയതായാലും നിത്യനൂതനമായിട്ടുള്ള ചിരപുരാതനമായിട്ടുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിനെ വെട്ടാൻ ഇനി പ്രാർത്ഥനയില്ല. കാര്യം എന്താണ്? ദൈവം തന്നെ എഴുതിയ പ്രാർത്ഥനയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി അന്വേഷിക്കണത് എന്താണ്? ദൈവരാജ്യമാണ്. ദൈവരാജ്യമാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. നീ ഉടമ്പടി ചെയ്തിട്ട് ദൈവരാജ്യം അനുസരിച്ച്
നീ ജീവിച്ചു കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണ്, അതിൽ സന്തോഷിക്കാനുള്ളൊരു അഭിഷേകം നിനക്ക് തരും. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് പറയണത്. പിടികിട്ടിയ? അതായത് സത്യം പരമാർത്ഥമായിട്ട് നീ ഉടമ്പടി ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം, നിങ്ങൾക്കറിയാം ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ്? ഉടമ്പടി ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത്. അതിൻ്റെ കൂടെ അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ്? ഒരു പ്രാർത്ഥന പദ്ധതിയാണ്. പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതുമാണ്. പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതും. പക്ഷേ ചെയ്യുന്ന ആളും ചെയ്യുന്ന ആളും ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? ദൈവരാജ്യത്തിലായിരിക്കണം. അതാണ് വിഷയം. ചെല്ലുന്ന ആളും ചെയ്യുന്ന ആളും പ്രാർത്ഥന ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന ചെല്ലുന്ന ആളും പ്രാർത്ഥന പദ്ധതി ചെയ്യുന്ന ആളും എന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിലായിരിക്കണം. ഇപ്പോൾ ദൈവരാജ്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുമനസ്സിന് അനുപേക്ഷിതമായിട്ട് തന്നെയായിരിക്കണം നമ്മുടെ എല്ലാവിധ വ്യവഹാരങ്ങളും നടക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് സ്വാഭാവികമായിട്ടും പ്രഥമ ദൃഷ്ടിയ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അലോട്ട്മെൻറ്റ് സന്തോഷമുണ്ടാകും. എന്താ കാര്യം? ഞാൻ ദൈവരാജ്യത്തിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകണമാണ് പരിശുദ്ധാത്മാ സന്തോഷം. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കണില്ല, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവും നിങ്ങളുടെ സന്തോഷിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ് സന്തോഷം എന്ന് പറയുന്നത്. വെള്ളം അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പിരിറ്റ് അല്ലത്. അതായത് നിങ്ങൾ വിചാരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് തുള്ളിച്ചാടും. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. അമ്മ എലിസബത്തിനെ കണ്ടപ്പോഴേ, മേരിയെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ശിശു പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുമ്പോൾ കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മൗലിക ഭാഗമാണ് ഈ ആനന്ദം. Take 2 words. Thank you. Hallelujah. 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 യേശുവേ നന്ദി. Hallelujah. 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 യേശുവേ നന്ദി. Hallelujah. Hallelujah. ലൂക്ക 1:44. ലൂക്ക 1:44. ഇതാ നിന്റെ അഭിവാദന സ്വരം, നിന്റെ മറിയത്തിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ തന്നെ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. എന്താ കാര്യം? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറ്റിയെന്നാണ്. ഒരു ഉടമ്പടിയെ കണ്ടപ്പോഴാണ്. ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ഒരാളെ കണ്ടും അതാണ് പരിശുദ്ധാത്മാവ് സന്തോഷിച്ചത്. ഉടമ്പടി കൈയും കാലും വെച്ചത് ആരാണ്? കക്ഷി, നമ്മളാള്. ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ഒരാളെ ആര് കണ്ടു? എലിസബത്ത് കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. അതാണ് വിഷയം. ആരെയാണ് എലിസബത്ത് കണ്ടത്? മറിയത്തെ. മറിയം എന്താണ്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതായത് കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു ഉടമ്പടി സാക്ഷിയെ കാണുകയാണ്. ഉടനെ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്തുനിന്ന് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകണം. സന്തോഷം ഉണ്ടായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെന്നോ. 2 തരം. നിങ്ങൾക്ക് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ മൗലികമായ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. സന്തോഷം ഉണ്ടായില്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ, ഇപ്പോൾ ഒരു ആശുപത്രി രോഗിയെ പോയി കാണുന്നു. അപ്പോൾ പറയാം, എൻ്റെ അച്ഛാ ഞങ്ങളുടെ നാട്ടിലെങ്കിലും ഗവൺമെൻറ് ആശുപത്രി ഇല്ല. പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ആൾക്കാരെ കയറ്റണം ഭയങ്കര പാടാണ്. ഗവൺമെൻറ് ആശുപത്രി ഒരു സമയം വെച്ച് ആൾക്കാരെ കയറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആശുപത്രി ഇല്ല. അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് പോയി ഒരു ആശുപത്രി കണ്ടിട്ട് ഇവർ കണ്ടിട്ടും തീരണില്ല രോഗികളെ. എന്താണ്? കാണുകയും കയ്യിലുള്ളത് കൊടുക്കുകയും അവരോട് ആദ്യം കാണുന്ന ആൾക്കാരാണ്. ആദ്യം കാണുകയും കയ്യിലുള്ള സംസാരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് വല്ലാത്ത പരിശുദ്ധാത്മാവ് നിറയണാണ്. എന്താ കാര്യം? അവർ ഉടമ്പടി നിറവേറ്റുകയും അതിലൂടെ അവർക്ക് സന്തോഷം കിട്ടണേ. അത് അവരറിയാതെ വരുന്ന സന്തോഷമാണ്. എന്താണ്? അവരിലുള്ള പരിശുദ്ധാത്മാവ് അവരുടെ ജോലി കണ്ട് സന്തോഷിക്കലാണ്. ശ്രദ്ധിക്കട്ടെ, കൈയടിക്കട്ടെ. രണ്ടാമത് ഇവർക്ക് ഉണ്ടാകുന്ന പ്രത്യാശയാണ് സന്തോഷത്തിൻ്റെ കാരണം. എലിസബത്തിൽ
അതൊരു ഷെയ്ഡ് ജോയിയാണ്, ഡബിൾഡ് ജോയിയാണത്. ഷെയ്ഡ് ജോയി, ഡബിൾഡ് ജോയി വെച്ച് കഴിഞ്ഞാൽ സന്തോഷം ഇരട്ടിപ്പിക്കണം. യശോദ പറയണത് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. എന്താണ് കാര്യം? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ്, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നീ വിശ്വസിച്ചതില് എനിക്ക് സന്തോഷമുണ്ട്. എന്താ കാരണം? കർത്താവ് എന്നോടും അതുപോലെ അരുളി ചെയ്തിട്ടുണ്ട്. അത് നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കാൻ നീ കാരണമായി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശുഭമാക്കുക എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉടമ്പടിയുടെ 6ാമത്തെ ഫീച്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. ഈ ശുഭമാക്കുന്നതും ദൈവം ഒരു കാര്യം ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ റേഞ്ച് ആൻഡ് റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത്. ഇപ്പം പല കാര്യങ്ങളും നടക്കുന്നത് നമ്മളുടെ ഒരു രീതി അനുസരിച്ചാണ്, നമ്മളുടെ രീതി അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഉടമ്പടി നടക്കേണ്ടിയിരുന്നത്, ഇപ്പം പലരും സാക്ഷ്യം പറയുന്നില്ലേ, ആ സാക്ഷ്യമൊക്കെ പലതും മാനുഷിക സാക്ഷ്യങ്ങളാണ്. അവരാഗ്രഹിച്ച കാര്യം നടന്നു എന്നാണ് അവർ പറയണത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ ഇതിൻ്റെ ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ കാണും. ഏറ്റവും അഡീഷണലായിട്ട് വരുന്ന ബെനിഫിറ്റ്സാണ് ഈ ശുഭമാക്കുക എന്നുള്ളതിൻ്റെ അടയാളമെന്ന് പറയുന്നത്. അഡീഷണൽ ബെനിഫിറ്റ്സ് ഒരു വിഷയത്തിൽ ഇപ്പം തന്നെ ഇപ്പം നമ്മുടെ ഇവരുടെ ആരാണ് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷ്യം എടുത്തു കഴിഞ്ഞാൽ, രമ്യ രവീന്ദ്രന് അവരോട് ഇറങ്ങാൻ പറഞ്ഞവരോട്, അവരുടെ 1 മാസമല്ലേ ഹോസ്റ്റലിൽ താമസിക്കുന്നുള്ളത്, 25 ദിവസമൊക്കെ അവർക്ക് മെമ്മോ വന്നു, ഇതേ നിങ്ങളുടെ ടൈം കഴിഞ്ഞു, ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയേക്കാൻ പറഞ്ഞു. ഇവർ വെട്ടുപേർത്ത് പോയി. എന്താ കാര്യം? ഇതുവരെക്കും വീടൊന്നും കിട്ടിയിട്ടില്ല. വീട് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താ കാര്യം? ഭർത്താവിനും ഭാര്യയ്ക്കും അതവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ വീട്ടിലായിരിക്കണം താമസിക്കണത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ 2 മക്കളുണ്ടെന്നല്ലേ നമ്മൾ ഫീഡ് ചെയ്യണത്. അപ്പോൾ റിജക്റ്റായി പോകും. എന്താ കാര്യം? ഭർത്താവിൻ്റെ ശമ്പളം ഉടനെ ചോദിക്കും, ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കും ഉടനെ. അപ്പോൾ ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കും, ഞങ്ങൾക്ക് ജോലിയില്ലല്ല, അപ്പോൾ വീടില്ല, ക്യാൻസൽ, അപ്പം മെറിറ്റില്ല അവിടെ. അതാ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു. ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മെറിറ്റ് നമുക്കുണ്ടാകത്തില്ല. ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കുമ്പോൾ ശമ്പളമില്ല, ജോലിയില്ലെന്ന് പറയും. അപ്പോൾ ഉടനെ ഇവിടെ ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റ് ആവും. അപ്പോൾ ഇവരിപ്പോൾ എന്ത് സംഭവം? ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിരിക്കണേ, അതേസമയം തന്നെ ഭർത്താവിന് ജോലി ഇല്ലാത്ത കാരണം ശമ്പളവുമില്ല, ഒരുമിച്ച് ഒരു വീട് കിട്ടാനുള്ള നിയമപരമായ തടസ്സങ്ങളുണ്ട്. ലീഗൽ പോയിൻ്റ് തടസ്സമാണ്, ലീഗലി കിട്ടത്തില്ല. ഇവരെന്ത് ചെയ്ത്? ഇവർ പുറത്ത്. അപ്പോൾ ഇവർ എപ്പോഴും പള്ളിയിൽ പോകുന്ന ഒരു അച്ഛനുണ്ട് അവിടെ, ഇംഗ്ലീഷ് ചർച്ചിൽ പോകണ. രമ്യ രവീന്ദ്രനാണെങ്കിൽ അവിടെയാണെങ്കിൽ ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നുണ്ട്. ഷീസ് ഇൻ കവനൻറ്റ്, അതായത് മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു ഇംഗ്ലീഷ് ചർച്ചുണ്ട്, ഞങ്ങളെപ്പോഴും പോകുന്നൊരു ഇംഗ്ലീഷ് ചർച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ യൂറോപ്പിലൊക്കെ ഇംഗ്ലീഷ് ചർച്ചൊക്കെ കൊടുത്ത് ആൾക്കാർക്ക് വിലക്ക് കൊടുക്കണമെന്നൊക്കെയാണ് പത്രത്തിലൊക്കെ വരുന്നത്. അപ്പോഴും ഇവർ പക്ഷേ അത് കുറേ കള്ള വാർത്തയാണ്. എന്താ കാര്യം? ഈ രമ്യ രവീന്ദ്രൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ്. ഇംഗ്ലീഷ് ചർച്ചിൽ അച്ഛൻ ഇവരോട് പറഞ്ഞു ഇതാ. അപ്പോൾ ഈ ഇംഗ്ലീഷ് ചർച്ചിൽ അച്ഛൻ ഇവരെ വിളിപ്പിച്ചു പറഞ്ഞു, ശരി വൈകുന്നേരം വന്ന് എന്നെ കാണാൻ പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടി വൈകുന്നേരം കാണാൻ ചെന്നപ്പോൾ ഉണ്ട് 10 മണിയിരുന്നിട്ട് അച്ഛനില്ല അവിടെ. അച്ഛൻ വിചാരിച്ചത് സൺഡേയിൽ വരുന്ന കൂട്ടായ്മയിൽ ഒരു സായിപ്പിനും മദാമ്മയ്ക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, അവർക്ക് വീടുണ്ട്, അത് സെറ്റാക്കി തരാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഇവർ രണ്ടുപേരും അച്ഛനെ കാണാൻ ചെന്നപ്പോഴുണ്ട് അച്ഛൻ വേറെ എന്തോ കാര്യത്തിൽ ബിസിയായി പോയി, അച്ഛൻ അവിടെ ഇല്ല. ഇവർ 10 മണി വരെ മേടയിൽ അങ്ങനെ ഇരിക്കും. 10 മണിയായി കഴിയുമ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവിടെ തലക്ക് മുകളിൽ മാതാവ് നിൽക്കുകയാണ്. ഒരു ഗ്രോട്ടോയിലാണ് ഇരിക്കണത്, ഒരു ഗ്രോട്ടോയിലാണ് ഇരിക്കണം അവിടെ. അപ്പം മാതാവ്, അപ്പോൾ അവളെന്ത് ചെയ്ത്? അവൾ ഉടനെ ലൈറ്റ് അക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ട് അവിടെ നിന്ന്. ഞാനങ്ങനെ ഓർക്കുകയെ, പണ്ട് ഈ 2015 ലൈറ്റ് അക്ക ഈ ഉടമ്പടിയും ലൈറ്റ് അക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഒരുമിച്ചാണ് വന്നത്. എനിക്കിതേക്കുറിച്ച് രണ്ടിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ ആവശ്യമായി ഡിസ്കഷൻ നടത്തിയിട്ട് പെട്ടെന്ന് ലോഞ്ച് ചെയ്യണേ ചെയ്ത്. ഈ ലൈറ്റ് അക്കാൻ്റെ പേർ റിക്വസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ചുമ്മാ കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിങ്ക് എൻ്റെ കിട്ടി. ആ ലിങ്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതുവഴി അമ്മയോട് ലോകത്തിൽ ഏത് അന്റാർട്ടിക്കയിൽ ഇരുന്നാലും ശരി, അവിടെയുള്ള ആൾക്കാർക്ക് ധ്യാനവും പ്രാർത്ഥനയും പള്ളിയും ഒന്നും ഇല്ലല്ലോ,
അവർക്കൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ലിങ്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിനോട് ഞങ്ങൾ ചോദിച്ചു. ഞാൻ ജോമോൾ പറഞ്ഞപ്പോൾ ജോമോൾ പറഞ്ഞ് ഇന്ന ആളോടൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഡിക്സൺ എന്ന് പറയും, ഇപ്പോഴും അദ്ദേഹം തന്നെ നമ്മുടെ എഞ്ചിനീയർ. ഡിക്സൺ പറഞ്ഞ് നമുക്ക് ഇന്നൊരു രീതിയായിട്ട് അത് മോഡുലേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മോഡുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ, ഈ ദൈവത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം ശുഭമാക്കും. ഞാനിങ്ങനെ ഒരു ലിങ്ക് കൊടുത്തതേ ഉള്ളൂ, പക്ഷേ അയാൾ ചെയ്തത് വെടിക്കെട്ട് സംഭവമാണ്. അതായത് നമ്മൾ ഉടമ്പടി കാലത്തിലാണ്, ഉടമ്പടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ദൈവമാണത് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചിട്ട് അത് ഇപ്പം നമ്മൾ അപ്പോൾ ആൾക്കാർ ചോദിക്കും പിന്നെ ഇങ്ങനെ അവിടെ അന്റാർട്ടിക്കയിലോ അമേരിക്കയൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിട്ട് കളിപ്പിക്കുമ്പോൾ ഉടനെ ദൈവം ഉത്തരം പറയാനാണ്. അതെ, അത് ശരിയാണ്. ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രാപിക്കാൻ പ്രയാസമാണ്, തെറ്റില്ല. പക്ഷേ ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അടയാളങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വിസിബിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഈശോ പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. മർക്കോസ് 9:23. മർക്കോസ് 9:23. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. എന്താ കാര്യം സാധിക്കാൻ കാരണം എന്താണ്? വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് എല്ലാം ശുഭമാക്കി കൊടുക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 39:23. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 39:23. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ശുഭമാക്കേണ്ടത് ആരാണ്? അപ്പോഴ് നമ്മളല്ല, കർത്താവാണ്. നമ്മുടെ മുമ്പിലുള്ള എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ അരുവ മൂർച്ചയുള്ളതാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കണം. എപ്പോഴും നമ്മൾ ഇപ്പോൾ കൊയ്യാൻ പോകണം. ഇപ്പോൾ കൊയ്ത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മെഷീനാണ് കൊയ്യണത്. ഓക്കെ, അതെങ്കിലും കൊയ്താൽ മതിയായിരുന്നു. കൊയ്ത കറ്റ് എടുക്കാൻ ആളില്ലാതെ നെല്ല് കുട്ടനാട്ടിൽ കിടന്ന് ചെയ്യണം. എന്തൊരു സങ്കടകരമാണ്. അത് നിരുത്തരവാദമാണ് ആ വിഷയങ്ങൾ. ഒത്തിരിയേറെ പേര് അതിൻ്റെ പേര് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ നെല്ല് എടുത്തു മാറ്റാനും നിവൃത്തിയില്ല. പിന്നെ ഒരു ബഡ്ജറ്റ് തുക ഉണ്ടാകൊണ്ട് ഇവർക്ക് പൈസ കിട്ടുമായിരിക്കും. പക്ഷെ അത് ആർക്കും ഇല്ലാതെ മഴ നനഞ്ഞ് ചീഞ്ഞ് പോകുമ്പോൾ എന്താ അവസ്ഥ? എന്താ ആ വാർത്തയെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. വളരെ സങ്കടകരമായ വിഷമം തോന്നാറുണ്ട്. ഏതായാലും രാജ്യത്തെ എല്ലാവരെയും ഇപ്പോൾ ആരുടെയും കുഴപ്പമില്ലത് നമ്മുടെ കെടുകാര്യസ്ഥയാണെന്ന് പറയാനും പറ്റത്തില്ല. നമ്മുടെ അവസ്ഥ അതാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടാകണം. നിങ്ങൾ ഈ ഒരു കൈ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ 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 ശിവല ഭരണ സംവിധാനങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 പൊതുജനത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കൊയ്യാൻ പോകുന്നവര്, നിങ്ങളാരും കൊയ്യാൻ പോകില്ലെന്ന് എനിക്കറിയാം. ഈ തലമുറയും കൊയ്ത് കാണത്തില്ല. പക്ഷേ കൊയ്യാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? കൊയ്യാൻ പോകുന്നവർ ആദ്യം എന്താ ചെയ്യണത്? അപ്പം നമ്മൾ വിളഞ്ഞ് കിടക്കുന്ന പാടശേഖരം കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ആന കരിമ്പിൻ കട്ടിക്കരിയ പോലെ ചാടി ഇറങ്ങുകയാണ് ചെയ്യണത്. അല്ല, അവരെ ഒന്ന് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പാടത്തിൻ്റെ വരമ്പേ ഇരുന്നുകൊണ്ട് ആ അരിവ അല്ലാണ്ട് മൂർച്ച വെച്ചിട്ട് കൈകൊണ്ട് തൊട്ട് നോക്കും, അല്ലേ? മൂർച്ച പരിശോധിക്കും, അല്ലേ? അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ കൊയ്ത്തിൻ്റെ കത്തി എന്ന് പറഞ്ഞാൽ 4 കത്തികളാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഇതിൻ്റെ മൂർച്ച ഇടയ്ക്കിടയ്ക്ക് കൂട്ടണം. അയ്യോ, ഇത് മൂർച്ചയെ കൂട്ടിക്കൊണ്ടിരുന്നാൽ കണ്ടവൻ കൊയ്തുകൊണ്ട് പോകുമെന്ന് നിങ്ങൾ പറയരുത്. ഇതിൻ്റെ മൂർച്ചയെ കൂട്ടിക്കൊണ്ടിരുന്നാലേ കണ്ടവൻ കൊയ്തുകൊണ്ട് പോകുമെന്ന് പറയരുത്. എന്താ ചെയ്യേണ്ടത്? നല്ലവണ്ണം കൊയ്യണമെങ്കിലും ഇതിൻ്റെ മൂർച്ച ഉണ്ടാകണം. അപ്പോൾ കൊയ്ത്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധനയുള്ളത്.
കൊയ്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധന. അപ്പം നമ്മളുടെ ഉടമ്പടി വച്ചിരിക്കുന്ന ഉദ്യമങ്ങളും നിയോഗങ്ങളുടെ തന്നെ ഭാഗമാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കുക എന്നുള്ളത്. വിശ്വാസം പരിശോധിക്കാൻ ചിലപ്പോൾ ദൈവം തന്നെ ചില സമയത്ത് ചില അവസരങ്ങൾ തരും. ചിലപ്പോൾ വിഷയം ലാഗായി പോകും, അല്പം ദീർഘിച്ചു പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിടിയാതെ, മനസ്സ് മടിയാതെ കാത്തിരിക്കണം. എന്താ കാര്യം? എന്നിട്ട് നിങ്ങൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകണം. ഒന്നും സംഭവിച്ചിട്ടില്ല, നമുക്കറിയാം സംഭവം താമസിക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ വിസ വരാൻ താമസിക്കുന്നുണ്ട്, ഓഫർ ലെറ്റർ വരാൻ താമസിക്കുന്നുണ്ട്, പരീക്ഷ, നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങളുടെ എഴുന്നേക്കാൻ താമസിച്ചു, പ്രാർത്ഥന ചെല്ലാൻ താമസിച്ചു, അതുപോലെ തന്നെ പത്രം കൊടുക്കാൻ താമസിച്ചു, രോഗികളെ കാണാൻ താമസിച്ചു, അങ്ങനെ വരരുത്. ഉടമ്പടി വിഷയങ്ങൾ താമസിക്കുമ്പോഴും ആസിഫ് നത്തിങ് ഹാപ്പൻ എന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ എന്താണ്? നിങ്ങളുടെ മൂർച്ചയുള്ളവരായി നിങ്ങൾ മാറും. നിങ്ങളുടെ വിശ്വാസത്തിൽ ഓക്കെയാണ്, പ്രത്യാശയിൽ ഓക്കെയാണ്, അത് സമർപ്പണത്തിൽ ഓക്കെയാണ്, നിങ്ങൾ ബലിഷ്ഠരാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഉദ്യമങ്ങളെ ശുഭമാക്കേണ്ടത് ആരാണ്? നമ്മളല്ല. ആരാണ് ശുഭമാക്കുക? അതാണ് നമ്മൾ വായിച്ചത് 39:23. ജോസഫ് ചെയ്ത എല്ലാത്തിനെയും അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവമാണ് ലൈറ്റ് എ ക്യാൻഡിൽ. ലൈറ്റ് എ ക്യാൻഡിൽ പേർക്കസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? അവിടെ നിന്നൊരു കമ്പ്യൂട്ടർ മെക്കാനിസമാണ് നടക്കുന്നത്. പക്ഷേ അത് ദൈവം ഓൺ ചെയ്യും. അതാണ് അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ഓൺ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ദൈവത്തെ നമ്മൾ ആദ്യം ഓൺ ചെയ്യണം. പിടികിട്ടിയാ? സിമ്പിളാണ് സംഭവം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്നലെ ഞാനൊരു കന്യാസ്ത്രീ മഠത്തിൽ പോയി. അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ അസുഖമായിട്ട് കിടപ്പുണ്ട്. വേറെ ചേച്ചിയുടെ കൂടെ കുറേ കന്യാസിമാരുണ്ട്. ഞാൻ അവർക്ക് വലിയ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ ആ പറമ്പ് മുഴുവൻ തണ്ണിമത്തൻ കിടക്കണം. ആ പടി തമ്മിപ്പോയി. എന്നാൽ പിന്നെ വണ്ടിയെടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞ് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ തണ്ണിമത്തനം കൊണ്ടാണ് വന്നത്, പക്ഷേ ഈ പറമ്പ് മുഴുവൻ തണ്ണിമത്തനാണ്, ഞാൻ ആ പടി ചമ്മി അടപ്പ് തെറിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല അച്ഛാ, കുഴപ്പമില്ല, അതൊന്നും എടുക്കാനായിട്ടില്ല, പാകമായിട്ടില്ല. ഞാൻ സമാധാനമായി. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എന്താ വെച്ചാൽ 2 കാര്യം ചേച്ചി എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പഴയ പാട്ട് തന്നെയാണ് ഇപ്പോഴും പാടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു, ഒന്ന് മാറ്റി പിടിച്ചേക്കണേ, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. 2ാമത് ചോദിച്ചത് ഇതുപോലൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതായത് ശുഭമാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളോട് ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭമാക്കുക എന്നുള്ളത് ദൈവം ചെയ്തു തരേണ്ടതാണ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടിയുടെ കാര്യം നമ്മൾ ശുഭമാക്കണം. നമ്മളെ പകുതി ഈ വവ്വാല് തേങ്ങ കടിച്ച പോലെ വരരുത്. പല ഉടമ്പടിയുടെ അവസ്ഥ അതാണ്. നമ്മൾ തല്ലി മരത്തിന് താഴെ ചെന്ന് കഴിഞ്ഞാൽ പല തല്ലിത്തേങ്ങ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇല്ലല്ലേ? ഇവിടെ എല്ലാം അല്ലേ, കാനഡയിലാണ് അല്ലേ? അത് തല്ലി മരത്തിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ബദാമാണത്. അത് ചെന്ന് ഇത് കടിക്കുമ്പോൾ തന്നെ അത് താഴെ വീഴും. പിന്നെ പറഞ്ഞ് താഴെ വരത്തില്ല, അതിനേരെ പോയി. അതുപോലെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ചപ്പ്, വവ്വാല് ചപ്പണ പോലെ ചപ്പും, പിന്നെ പകുതി ഇട്ടച്ച് പോവും. ഇങ്ങനെ വന്ന് നമ്മൾ ശുഭമാക്കത്തില്ല ഉടമ്പടി. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയോട് ചെയ്ത വാഗ്ദാനങ്ങളെ ശുഭമാക്കുകയും അങ്ങയുടെ പ്രമാണങ്ങളെ അതുപോലെ സ്നേഹത്തോടെ അനുസരിക്കുകയും ചെയ്യാൻ എന്നെ സഹായിക്കണമേ. അപ്പോഴാണ് ഈ ശുഭമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഭവം. അപ്പൊ ഇപ്പൊ ഈ രമ്യ രവീന്ദ്രൻ പെട്ടെന്ന് അവിടെ നിന്നുണ്ട്. എന്താണ്? അച്ഛൻ 10 മണി കഴിഞ്ഞിട്ട്, രാത്രി 10 മണി കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനില്ല, ഇടവക അച്ഛനെ കാണാനില്ല. ഭാര്യയും ഭർത്താവും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രമ്യ രവീന്ദ്രൻ അവിടെ ഇരുന്ന് പറഞ്ഞു, അവൾ ഉടനെ ലൈറ്റ് വെക്കാൻ്റെ പെരക്വസ്റ്റ് ഇട്ട്, അത് എപ്പോൾ വേണമെങ്കിൽ ഇടാമല്ലോ. നമുക്ക് ലൈറ്റ്നിങ് അറേഞ്ച്മെൻ്റാണ്. നമുക്കൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോടുള്ള പെട്ടെന്നുള്ള അറേഞ്ച്മെൻറ്റാണ് ലൈറ്റ് വെക്കാൻ്റെ പെരക്വസ്റ്റ്.
അതിട്ട് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ അതിവിടെ ആൾ ഉറങ്ങിയാലും എടുത്തില്ലേലും ആരെടുക്കും? എടുക്കേണ്ട ആളെടുക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ഏറ്റക്കാൻ പറക്കുന്ന കൃപാസനത്തിലോട്ടല്ല, പിന്നെ എന്താണ്? കൃപാസന ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ്. കൈയടിക്കട്ടെ. അപ്പൊ രമ്യ രവീന്ദ്രനും ഭർത്താവും കൂടി വിഷമിച്ച് അവർ ഇറങ്ങി നിൽക്കണേ, വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. കയറാനും പറ്റാത്ത കണ്ടീഷനാണ്. ഒരോടുമില്ല പരോടുമില്ല നിൽക്കുകയാണ്. അപ്പോഴാണ് രമ്യ ലൈറ്റേക്കാരൻ്റെ പേര് കസിട്ടിട്ട് പറഞ്ഞ് വീടില്ല അമ്മയെന്ന് പറയും. അത്രേ ഉള്ളൂ. വീടില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഫോൺ ഓഫ് ചെയ്യണമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഉടനെ രമ്യ പറയും, ഇത് ഏതോ ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കണം, വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യമാണ്. മെസ്സേജല്ല, പരസ്യം. ആ പരസ്യം കണ്ടാണ് വീട് കൊടുക്കാനുണ്ടെന്ന് പരസ്യം. ആ സെക്കൻഡാണ് ഫോൺ ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ പരസ്യം വന്ന് വീട് കൊടുക്കാനുണ്ടെന്ന്. രമ്യ അത് ഗവനിച്ചില്ല. എന്താ കാര്യം? ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പം ഞായറാഴ്ച എന്ന് വെച്ചാൽ അവരുടെ ഓഫീസുകൾ ശനിയും ഞായറും ഓഫാണ്. അപ്പോൾ ഒരു ഓഫീസിൽ ഒരു പൂച്ചക്കളി ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ ഇപ്പം അപ്പോൾ ഭർത്താവ് വിളിക്കടി എന്ന് പറഞ്ഞ് അപ്പോൾ ഭർത്താവിന് അറിയത്തില്ലല്ല, ഇംഗ്ലണ്ടിലെ കാര്യം അറിയത്തില്ലല്ല. പുള്ളി ഈ ജസ്റ്റ് ഇടയ്ക്ക് ചെന്നതല്ലേ ഉള്ളു. പറഞ്ഞ് ആരും എടുക്കത്തില്ല. എടുക്കാത്തതിൻ്റെ കാരണം ഈ ശനിയും ഞായറും ഓഫാണ്. ഒരു സെർവൻസും ഉണ്ടാകത്തില്ല അവിടെ. അവിടുത്തെ ജോലിക്കാരും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴുടനെ ഈ രവീന്ദ്രൻ പറയുവേ, രവീന്ദ്രൻ പക്ഷെ വിശ്വാസിയല്ലായിരുന്നു. രമ്യ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അത് കേട്ടാണ് രവീന്ദ്രൻ വിശ്വാസിയായത്. രവീന്ദ്രൻ പറഞ്ഞു, എടി നീ ഇപ്പം ലൈറ്റേക്കാൻ്റെ പേർക്കസ് ഇട്ടപ്പോഴല്ലേ വീടിൻ്റെ പരസ്യം വന്നത്? അതപ്പോൾ അത് മാതാവല്ല പിന്നെ ആരാണെന്ന് ചോദിച്ചു. അതാണ് രസം. ഉടനെ അത് രവീന്ദ്രനെ പെട്ടെന്ന് ഓടിത്തിരിഞ്ഞേ. കാര്യം മറ്റവർക്ക് നിയമങ്ങളാണല്ലോ ഇരിക്കുന്നത്, അവർക്ക് അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാം. രവീന്ദ്രനെ ഈ നിയമത്തിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന, മെരിറ്റല്ലാതെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് നീ എടുക്കെന്ന് പറഞ്ഞ് എടുത്തിട്ട് തിരിച്ച് ഈ നമ്പറിലേക്ക് അവർ തിരിച്ച് രാത്രി വിളിക്കുമ്പോഴുണ്ട് ഒരു ലേഡിയാണ് വളരെ മധുരമായ സമയത്ത് ഇവരോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വീടല്ലേ, നിങ്ങളുടെ പേര് പറഞ്ഞ് രമ്യ രവീന്ദ്രൻ തങ്കമണി. ഉടനെ അവരും പറയും രമ്യ രവീന്ദ്രൻ തങ്കമണി. അത് അവരും പറയും. അതുപോലെ തന്നെ വളരെ സൗമ്യതയോടെ, ഇങ്ങനെ സൗമ്യതയോടെ ആരും സംസാരിക്കണം കേട്ടിട്ടില്ല. ശരി, നിങ്ങൾക്ക് നാളെ 10 മണിക്ക് ഇവിടുന്ന് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 മണിക്ക് ഇവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ താങ്ക് യു പറഞ്ഞ് അവസാനിച്ച് അവർ പോകുന്നു, ഹോസ്റ്റലിലോട്ട് പോകുന്നു. 10 മണി വരെ കാത്തിരുന്നിട്ട് ആരും വിളിക്കണില്ല. അപ്പോഴേ ഇവർ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ 10 മണിക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീടിൻ്റെ ഒരു ആവശ്യമാണ്, 10 മണിക്ക് വിളിക്കാൻ പറഞ്ഞു. ഇപ്പോൾ മണി 11 നിങ്ങളാരും എന്നെ വിളിച്ചില്ല. അപ്പോൾ അവർ പറയണേ ഞങ്ങളുടെ ഓഫീസിൽ ലേഡി സ്റ്റാഫ് ഇല്ലെന്ന്. അതാണ് മനസ്സിലായില്ല ആളാരാണെന്ന്? മനസ്സിലായില്ലേ? രമ്യ പറയും അത് മാതാവാണ് എടുത്തതെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ലൈറ്റേക്കാൻ്റെ പേരക്വസ്റ്റ് ഇട്ടിരിക്കണതാണ്. നമ്മളെ ലൈറ്റേക്കാൻ്റെ പേരക്വസ്റ്റ് ഈ ഇംഗ്ലണ്ടിലെ ഞായറാഴ്ച രാത്രി ആ ഓഫീസിൽ സെർവൻ്റ് ഇല്ല. ആ ഓഫീസ് തന്നെ പറയുകയാണ് ഇവിടെ സെർവൻ്റ് ഇല്ല, ഞങ്ങൾക്ക് അത് തന്നെയല്ല ഞങ്ങളുടെ സ്റ്റാഫിൽ സ്റ്റാഫില്ല, ലേഡീസ് ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ മനസ്സിലായി അമ്മയാണ് ഈ ഉടമ്പടി ഇത് എടുത്തിരിക്കണമെന്ന്. അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഞാൻ എപ്പോഴും ഇവിടെ നിൽക്കുകയെ ആൾക്കാരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് ഈ ആൾക്കാരുടെ സാക്ഷ്യം പറയുമ്പോൾ മുഴുവനും പ്രസൻസിൻ്റെ സാക്ഷിയാണ് വരണത്. പ്രസൻസ് ഭയങ്കരമാണ്. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, മാതാവ് നേരിട്ട് ചെന്ന് നടത്തിയ കാര്യങ്ങൾ എല്ലാം ബൈ പേഴ്സൺ ഇൻവോൾവ് ആണ് എല്ലാത്തിലും. അത് നമ്മൾ ഒരു പ്രാർത്ഥനാരൂപത്തിലും കാണാത്ത ഒരു പ്രതിഭാസമാണ്. എല്ലാ വിഷയത്തിലും അമ്മ ബൈ പേഴ്സൺ. നിങ്ങൾ വൃത്തിമനെ ഉള്ളവരാണ്, സത്യസന്ധവരാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ പ്രസൻസായിട്ട് കൂടെ ഉണ്ടാവും. അത് ഏത് ഗോകർണത്താണെന്ന് പറഞ്ഞാലും അമേരിക്കയിലാണെന്ന് പറഞ്ഞാലും അമ്മ ഉണ്ടാവൂടാ. എന്നിട്ട് അത് നമുക്ക് വേണ്ടി ചെയ്ത് മാറ്റണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഉടനെ ഇത് കഴിഞ്ഞപ്പോൾ ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ വ്യൂ അതായത് അവിടെ
ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഏജൻസിനെ നമ്മൾ ആ ഓഫീസിലേക്ക് അറിയിക്കണ കഴിയുമ്പോൾ അവർ നമ്മുടെ വ്യൂ നമ്പർ തരും. എന്ന് വെച്ചാൽ 46-ാം നമ്പറാണ് നിങ്ങളുടെ എന്ന് പറയും. 46-ാം നമ്പറാണ് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന വീട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങിക്കാൻ വേണ്ടി 46 പേര് ക്യൂവിലുണ്ട്. 46 പേര് ക്യൂവിലുണ്ട്. അവർ വന്ന് 45 പേരും വന്ന് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാൻഡ് ലോഡിന് ഈ വീടിൻ്റെ ഉടമസ്ഥനും കൂടി ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ഉടമസ്ഥന് കൂടി ഇഷ്ടപ്പെടണം നിങ്ങൾ. അങ്ങനെ ഇട്ടാൽ ആ നമ്പർ 46-ആണ്. അപ്പം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അതൊരു ലീഗൽ പ്രൊസീജിയറാണെന്ന് അവർ പറയും. ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ രമ്യയ്ക്ക് കാര്യം മനസ്സിലാവും. എന്താണ് ലീഗൽ പ്രൊസീജിയറിൽ വരുമ്പോൾ ഭർത്താവ് പണി മേടിക്കും. കാര്യം എന്താണ്? അയാൾക്ക് ജോലിയില്ല, ശമ്പളമില്ല, സാധനം തള്ളിപ്പോയി പോരേ. അപ്പോൾ ഉടനെ രമ്യ നോക്കുമ്പോൾ മാതാവ് ഈ ലാൻഡ് ലോഡിൻ്റെ നമ്പർ കാണിച്ചു കൊടുക്കും ഈ കമ്പനിയുടെ താഴെ. അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്നുവെച്ചാൽ ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു പ്രോജക്റ്റിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ മെരിറ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഏജൻസി മറച്ചു വെക്കും. നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ സ്ഥലക്കാരോട് നമ്മൾ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഏജൻസി പറയും അത് മനസ്സിരിക്കട്ടെന്ന് പറയും. എന്താ കാര്യം? അവർ സ്ഥലം കാണിച്ചു കൊടുത്ത് ആൾക്കാരെ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ നേരിട്ടായി ഇവർ കമ്മീഷൻ പോകും ഇല്ലേ? അത് കാരണമാണ് അങ്ങനെ പ്രശ്നം. അതുകൊണ്ട് ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഇത് ഏജൻസി വെക്കത്തില്ല. പക്ഷേ ഇപ്പോൾ എന്താണ്, രമ്യ നോക്കുമ്പോൾ താഴെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് നമ്പർ കിടക്കണം. അതിനാണ് ശുഭമാക്കുക എന്ന് പറയണത്. ദൈവം ഒരു ഇടപെട്ട് വേണം. ന്യായമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾക്ക് ദൈവം അഡീഷണൽ ഗ്രേസ് തരും. അഡീഷണൽ ഗ്രേസിനാണ്. അത് നമ്മൾക്ക് നോട്ട് ബൈ മെറിറ്റാണ്. പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യണത് ബഡ് ബൈ ഗ്രേസിലാണ്. ഈ ബഡ് ബൈ ഗ്രേസിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട്. എന്താണ്? ലാൻഡ് ലോഡ് നമ്പർ ഒക്കെ കൊടുക്കാനുള്ളത്. അപ്പോൾ ദൈവം നേരിട്ട് അത് റെൻറ്റിൽ ഇടപെടുമ്പോഴാണ് ഇങ്ങനെയുള്ള മിറക്കിൾ സംഭവിക്കുന്നത്. അപ്പോൾ ഉടനെ ലാൻഡ് ലോഡിനെ നേരിട്ട് വിളിക്കും. അതായത് വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിക്കും. ഇപ്പം ഞാൻ ലാൻഡ് ലോഡിനൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഞാൻ പറഞ്ഞു ചേച്ചിയെ കാണാൻ പോയെന്ന് പറഞ്ഞു. ചേച്ചിയെ കാണാൻ പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു അച്ഛൻ്റെ വാക്കിൽ കുറേ ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ട്, അത് ശരിയാകണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയാതെ തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മറന്നുപോയി എന്താ പറയണത്. ഞാൻ ലാൻഡ് ലോഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലാൻഡ് ലോഡെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഉടനെ അതിൻ്റെ മലയാളം പറയും. അപ്പോൾ അതൊന്ന് പറഞ്ഞു ഇവിടെ ഒരു പ്രായമുള്ളവരല്ലേ ശ്രദ്ധിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അതാണ് അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. എന്താണ്? ലാൻഡ് ലോഡ് പോരെ. ആർക്ക് മനസ്സിലാകാനാണ്? എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിച്ചപ്പോൾ രമ്യയ്ക്ക് ഒരു ബുദ്ധി തോന്നി. പറഞ്ഞു സാറേ ഞാനും ഭർത്താവും ഉണ്ട്, ഭർത്താവിന് ജോലിയില്ല, ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇപ്പം ഇറങ്ങണം, ഞങ്ങൾ പെരുവഴിയിലാണ്, ആര് തരുന്നതിനേക്കാൾ 50 പൗണ്ട് ഞാൻ തരാം. 50 പൗണ്ട് വരെ ലീഗലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾക്ക് പക്ഷേ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പെരുവഴിയിലാകും. ഇവൾ ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞു. എന്താണ്? മാതാവ് കൂടെ നിൽക്കുന്നു എന്നുള്ള ഉറപ്പാണ്. ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു. ഉടനെ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞേ അത് കുഴപ്പമില്ല, നിങ്ങൾ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനിയിപ്പം ഞാൻ വേറെ ആരെയും കാണിക്കണില്ല വീട്, നിങ്ങൾക്ക് തന്നെ വീട് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ രൊക്കം കാശും എടുത്ത് വീടെഴുതി കൊടുത്തപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് രസം. കാരണം വീടെന്ന് പറയുമ്പോൾ സാധാരണ വീട് കിട്ടിയാൽ ആ വീട് മാത്രമേ കിട്ടുള്ളൂ നമുക്ക്. പൈപ്പ് കണക്ഷനും കറണ്ട് കണക്ഷനും ഹീറ്റിങ്ങും അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം കൂടി കിട്ടണത്. ബാക്കി വീട്ടുടമസ്ഥ അത് മേശ, കസേര, കിച്ചൻ്റെ കാര്യങ്ങൾ, അതുപോലെയുള്ള ഗ്യാസ്, അതുപോലെ എന്താണ് ഉപയോഗിക്കണം അങ്ങനെയെല്ലാം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ, കിച്ചണിൽ ഉപയോഗിക്കുന്ന പാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വില കൊടുത്ത് വാങ്ങണം. അങ്ങനെയാണ് സാധാരണ ചെയ്യണത്. പക്ഷേ രമ്യ മാതാവ് കൊടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പോലും വില കൊടുത്ത് മേടിക്കണ്ട. എല്ലാ മുറിയിലും ആവശ്യത്തിന് കട്ടിൽ, ആവശ്യത്തിന് കസേര, ആവശ്യത്തിന് ചട്ടി, പാത്രം എല്ലാം, ഒരു വീടിന് എന്തെല്ലാം വേണം അതെല്ലാമാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ. ദൈവം ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ
അവൻ്റെ യാത്രയെ അവിടുന്ന് ശുഭമാക്കി. എന്ന് വെച്ചാൽ ദൈവം സ്വയം ഏറ്റെടുക്കുകയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം. മത്തായിയുടെ സുവിശേഷം 7:11 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. മത്തായി 7:11 മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പൊ നിങ്ങൾ ഉടമ്പടിയിൽ പിശുക്ക് കാണിക്കരുത്. നിങ്ങൾ ചവിട്ടി പിടിക്കണമുണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പം വേണ്ടത്. എങ്ങനെ, അതായത് ഒരു പത്രം, ആ കാണിക്കുന്ന പത്രം എങ്ങനെ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ചവിട്ടി പിടിക്കുകയും ഇത് ശുഭമാക്കത്തില്ല. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആ പത്രം ഒരെണ്ണമാണ് കൊടുക്കണമെങ്കിലും അവൻ കൃപാസനത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ഒരു പത്രമാണ് നിങ്ങൾ കൊടുക്കണത്, പക്ഷെ അത് ആ കൊടുക്കുന്ന ആൾ കൃപാസനത്തിൽ വരണമെന്ന് നിങ്ങൾ അവൻ വന്നാലും മതി, അത് അവൻ്റെ കാര്യം, ഞാൻ കൊടുക്കാൻ കൊടുത്ത് ഇങ്ങനെ വല്ല കാര്യമുണ്ടോ? ഇത് ശുഭമാക്കണമല്ല. അവൻ വന്നാലും വന്നില്ല, എനിക്ക് പ്രശ്നമൊന്നും, ഞാൻ കൊടുക്കാൻ ആളെ കൊടുത്തൊന്ന്. ഇങ്ങനെ പോയാൽ ശുഭമാക്കത്തില്ല, അശുഭമാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് കൊടുക്കുമ്പോൾ തന്നെ ചിന്തിക്കണം, കർത്താവേ. ചിലർ അവിടെ നിന്നുകൊണ്ട് ആ വെയിലത്ത് നിന്നുകൊണ്ട് പിടിച്ചു ചേർത്ത് അനുഭവങ്ങൾ പറയും. എൻ്റെ ചേച്ചി, അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല, ഞാൻ തന്നെയാണ് എൻ്റെ സാക്ഷി. ഞാൻ ഇങ്ങനെ അവസ്ഥത്തിലായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് തരുന്നതിൻ്റെ കാരണം ദൈവം ഇടപെട്ടാണ്. അമ്മ ജീവിക്കുന്ന സാക്ഷ്യമാണ് അവിടെ നടക്കുന്നത്. അമ്മ കാണേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒരു പത്രം കൊടുത്താൽ അത് വെച്ചുകൊണ്ട് അവർ 9 പേരെ പിടിക്കും. അതാണ് ശുഭമാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നല്ലൊരു ഉടമ്പടി തൈലമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണില്ലേ? എന്തിനാണ് കൊണ്ടുപോകണത്? എവിടെയെങ്കിലും ഒരു നിലവിളി കേട്ടെന്ന് പറയുമ്പോൾ ഉടമ്പടി തരം കൊണ്ട് 4 കാലം ഓടുകയാണ്. എന്താ ചെയ്യാണ്? അവർ ഇപ്പം ശരിയാവും, അമ്മ ഇടപെട്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ആശുപത്രി എത്തിയാൽ പോരെ. ഉടനെ അവിടെ നിന്നിട്ട് ആ രോഗിക്ക് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം പൂശിക്കൊടുക്കും. ആരാണ് ഉടമ്പടി എടുത്ത്? അവർക്ക് നല്ല ഉറപ്പുണ്ട് അവരാ ഉടമ്പടി എടുത്തിരിക്കണത്. അവർ പറഞ്ഞാൽ ദൈവം കേൾക്കും, അവർക്ക് ദൈവത്തിന് വേണ്ടി അവർ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ഉറപ്പുണ്ട്. ഇതൊന്ന് ലോകത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു വലയാണിത്. കർത്താവ് പറഞ്ഞ ദൈവരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളും പിടിക്കാൻ വേണ്ടി ഈ കടലിലെറിഞ്ഞ വലയാണെന്ന്. അതാണ് സംശയം. എന്താ കാര്യം? ദൈവത്തിന് എല്ലാ ആത്മാക്കളെയും വേണ്ടി നിങ്ങളുടെ എല്ലാ സങ്കടകാലങ്ങളിലും നിങ്ങൾ ഏത് ജാതി, ഏത് തരക്കാരനായാലും ഇനി മുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം ദൈവം തന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം ഉടമ്പടി കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കൈകൾ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറി മാറി വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും രോഗസൗഖ്യ പ്രാർത്ഥന. രോഗം മുഴുവൻ എത്രയോ മനുഷ്യരിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സൗഖ്യവും അടയാളം കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഒരു ദിവസം 2-3 സാക്ഷ്യങ്ങൾ ഞാൻ കേട്ട് ഈ സമയത്തുള്ള പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഏകാഗ്രതയോടെയും വളരെ ചൈതന്യത്തോടുകൂടി വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, നല്ല വിശ്വാസത്തോടെ കൂടെ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയത്തോടെയും ഭക്തിയോടെയും വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും സന്തോഷത്തോടെയും പ്രത്യാശയോടെയും രോഗാതുരമായ സ്ഥലങ്ങളുടെ കൈകൾ മാറ്റി കർത്താവിൻ്റെ നാമത്തിൽ വെക്കണം. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അച്ഛനല്ല സുഖപ്പെടുത്തുന്നത്, മാതാവിൻ്റെ മധ്യസ്ഥ ഈശോ ചെയ്യുന്നതിന് നമ്മൾ
ഒരു നിമിത്തവും നിയോഗവുമാകുകയാണ്. ശ്രുതികയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. ശ്രുതികടെ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന അങ്ങയുടെ മക്കളെ സ്പർശികളെ പ്രാർത്ഥിക്കുന്ന അടിപ്പഴ പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക്, കരളിലേക്ക് കർത്താവേ എല്ലാ ആന്തരിക അവയവങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ, അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഉച്ചമുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ. കോശങ്ങള് പെശികള് സൃഷ്ടികള് മുഴകള് ക്യാൻസർ രോഗങ്ങള് കർത്താവിൻ്റെ ശബ്ദത്താൽ, കർത്താവിൻ്റെ സാമീപ്യത്താൽ, കർത്താവിൻ്റെ സ്പർശത്താൽ മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവിതരംഗ സ്പണ്ടിലോസ് അസുഖങ്ങള്, പ്രോസ്റ്റേറ്റ് അസുഖങ്ങള്, സ്പണ്ടിലോസ് അസുഖങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, ഫിക്സ് രോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ ഫിക്സ് രോഗങ്ങള്, അപസ്മാര രോഗങ്ങള്, സ്പണ്ടിലോസ് അസുഖങ്ങള്, കരൾ രോഗങ്ങള്, നടുവിലിൻ്റെ വേദനകള്, സ്പൈനക്കോഡിൻ്റെ രോഗങ്ങള്, യേശുവിന് കാഴ്ചയില്ലാത്ത അവസ്ഥകള്, മുക്കിൽ ദിശ വളരുന്ന അവസ്ഥകള് കർത്താവിൻ്റെ നാമത്തിൽ, തൊണ്ടയുടെ അസുഖങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ശ്വാസകോശത്തിൻ്റെ രോഗങ്ങള് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വലിയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വാതരോഗങ്ങള്, കലരോഗങ്ങള്, ഹൃദയരോഗങ്ങള് യേശുവിൻ്റെ നാമത്തില് ഗർഭാശയ രോഗങ്ങള്, ഉദരാശയ രോഗങ്ങള്, ആമാശയ രോഗങ്ങള്, പെൺകുടന്റെ രോഗങ്ങള്, പീഹായുടെ രോഗങ്ങള്, പങ്ക്രാസിന്റെ രോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ, അണ്ഡാശയ രോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങള്, യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങള്, തീരാവേദികള്, ക്ഷയരോഗങ്ങള്, ഉറക്കമില്ലാത്ത അവസ്ഥകള്, ഷുഗർ രോഗങ്ങള്, പ്രഷർ രോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാർഗരോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ തീർന്നു പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ദൈവം നേരിട്ട് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. അമ്മ മാതാവിൻ്റെ ജീവനുള്ള ആൾക്കാരെ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ലക്ഷ്യങ്ങളെ ആശീർവദിച്ച് സൗഖ്യപ്പെടുത്തിയിട്ടുള്ള വലിയ ദൈവികമായ സങ്കേതത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ആശ്രയിക്കുന്നത്. നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്നാലും ഓർക്കുക, ദൈവം നിങ്ങളുടെ കൂടെ അവിടെയുണ്ട്. ഈ ആരാധന ശക്തിയാൽ നിങ്ങളെ സ്പർശിച്ച സമയമാണ്. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, വിസ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, വിസ അതുപോലെ തന്നെ കിട്ടാത്തവർക്ക് വേണ്ടി, പുതുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഓഫർ ലെറ്റർ വന്ന് പക്ഷെ മറ്റ് പ്രൊസീജിയറൊന്നും നടന്നിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ നാട്ടിൽ പരീക്ഷ എഴുതുന്ന മക്കൾ, നാട്ടിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ വിഷയങ്ങൾ, തോക്കുമെന്ന് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ ജപ്തി നടപടി നേരിടുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ജീവിത മാർഗമില്ലാത്തവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, 10 പൈസയുടെ വരുമാനമില്ലാതെ വേദനിക്കാൻ, വിഷമിക്കുക, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ സങ്കടപ്പെടുന്നവർ, കുടുംബ സമാധാനം ഇല്ലാത്തവർ, മദ്യപാനവും ലഹരി മദ്യം അടിക്കപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നവർ, നാട്ടിലെ ഭീഷണി, ഗുണ്ടകളുടെ ഭീഷണി, പലതരത്തിലുള്ള ആശ്വാസം അനുഭവിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, അതുപോലെ തന്നെ യൂണിയൻകാരുടെ പ്രോബ്ലംസ്, പലതരത്തിലുള്ള യൂണിയൻ പ്രോബ്ലംസ് അനുഭവപ്പെടുന്നവർ, പലതരത്തിലുള്ള ഓഫീസർമാർ, ജോലിക്കാർ, ജീവനക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ, സർവീസ് പ്രോബ്ലംസ്, ഇങ്ങനെ ഓരോ വിഷയത്തിനും വരും.
ദൈവികമായ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൈ സുരക്ഷിതമാകാനും പരിശുദ്ധ അമ്മ നിന്റെ മാധ്യസ്ഥ നിനക്ക് എന്തിനു വേണം നീ ഉടമ്പടി വെച്ചിരിക്കുന്ന ആ നിയോഗങ്ങളെക്കുറിച്ച് നീ ഇപ്പൊ ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ഇടിമുഴക്കാൻ പോലെ ശ്രുതിക്കട്ടെ. യേശുവിന്റെ ശബ്ദത്തിൽ കൊടുക്കട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാവിധ അസ്വസ്ഥങ്ങളും എല്ലാ ജീവിത തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എനിക്ക് മൗനമായി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ചിലർ നിസ്സാര കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് ചാഞ്ചലപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവരുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് സ്തുതിക്കട്ടെ. അവർക്ക് കർത്താവ് ആത്മധൈര്യം തരുന്ന സമയമാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അറിയിപ്പുകള്. പ്രേക്ഷിത ശുശ്രൂഷ അച്ഛൻ്റെ കൂടെ നിന്നുകൊണ്ട് 1 കൊല്ലമോ 2 കൊല്ലമോ ജീവിതകാലം മുഴുവനോ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ 8281297511 ഇത് വാട്സപ്പ് നമ്പറാണ്. ഇതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയുക. സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്യാൻ ഇവിടെ 6 സിസ്റ്റേഴ്സുണ്ട്. അവർ നല്ലവണ്ണം ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇനിയും ആർക്കെങ്കിലും സിസ്റ്റേഴ്സിന് 1 കൊല്ലം പ്രയറായിട്ട് എടുത്തിരിക്കുന്ന സിസ്റ്റേഴ്സില്ലേ, അവർക്കും കൃപാസനത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ആൾക്കാരിന് മാല പൊട്ടിക്കുന്ന കള്ളന്മാരും കള്ളികളൊക്കെ ഉണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാല സ്വർണ്ണമൊന്നും ഇട്ടുകൊണ്ട് കൃപാസനത്തിൽ വരരുത്. കൃപാസനമല്ല, എല്ലാ തിരക്ക് സ്ഥലത്തും ഇതുപോലുള്ള ആൾക്കാർ തിരക്ക് കണ്ടുപിടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളെ ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചുറ്റും കൂടിയിട്ട് മറ്റുള്ളവരെ സാരി കൊണ്ട് മറച്ചിട്ട് പുറകെ നിൽക്കുന്നവരെ മറച്ചിട്ട് മുമ്പിലുള്ളവരെ അങ്ങോട്ട് പോകുമ്പോൾ ഇവർ മാല പൊട്ടിച്ചെടുക്കും. അപ്പോൾ അവർ പ്രൊഫഷണലായിട്ട് ട്രെയിൻ ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് തിരക്കുള്ള പാട്ടിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ഓർക്കണം. രണ്ടാമത്തെ കാര്യം, അച്ഛൻ വെഞ്ചരിച്ചതാണെന്നും പറഞ്ഞ് ഈ പുറത്തൊക്കെ കൊടുക്കണ മെഴുതി അച്ഛൻ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് നിങ്ങളെ വെഞ്ചരിച്ചതാണ് ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തും മേടിക്കാൻ. പക്ഷേ ഈ ചന്തച്ചരക്കൊക്കെ വാങ്ങിക്കണ മുമ്പ് ഇത് വെഞ്ചരിച്ചതാണെന്ന് അവർ ചിലർ കള്ളപ്രചരണം നടത്തുന്നുണ്ട്. വെഞ്ചരിച്ച സാധനമാണെങ്കിൽ അത് കൃപാസനത്തിന് അകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അത് 10 ഉടമ്പടി വസ്തുക്കൾ തന്നെ എത്രയോ പ്രാവശ്യം വെഞ്ചരിച്ചാണ്. കൃപാസനം തന്നെ എല്ലാ കാര്യങ്ങളും ഒരു 10-15 പ്രാവശ്യം എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് വെഞ്ചരിക്കുന്ന സാധനമാണ്. നമുക്ക് ഉറപ്പുണ്ട് അത് വിശ്വാസപ്രമാണം ചൊല്ലിയാൽ ആ വിഷയത്തിൻ്റെ മേൽ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നടപടികളുണ്ടാവുന്നത്. അതാണ് കൃപാസനത്തിന് വെഞ്ചരിപ്പ് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് ഈ പത്രം വെഞ്ചരിക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പത്രം വെഞ്ചരിക്കുന്നുണ്ട്, ആഘോഷമായിട്ടില്ലെന്നേ ഉള്ളൂ. ആഘോഷമായിട്ട് വെഞ്ചരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറഞ്ഞ് അച്ഛൻ ആ പത്രം വെഞ്ചരിക്കുന്ന കാരണമാണ് ചില ആൾക്കാർ അത് ദുർവിനിയോഗിക്കണമെന്ന് പറഞ്ഞു. പത്രത്തെക്കുറിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും അതിൻ്റെ ഡിസ്ക്ലെയിമർ താഴെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പത്രമെന്ന് പറയുന്നത് നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രഥമമായ ഉപയോഗം അത് സാക്ഷ്യങ്ങൾ വായിക്കുക. ഈ പത്രം കൊടുക്കുന്നവരുണ്ടാകും, പക്ഷേ ഒരു പ്രാവശ്യം പോലും വായിക്കാത്തവരുണ്ട്. പത്രം നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്, പക്ഷേ ഒരു പ്രാവശ്യം പോലും ഇത് വായിക്കത്തില്ല. പത്രം എന്തിനാണ് ആദ്യം തന്നിരിക്കുന്നത്? അത് വായിക്കാൻ വേണ്ടിയാണ്. കാര്യം എന്താണ്? സാക്ഷ്യമാണ് അതിൻ്റെ അകത്തുള്ളത്. നിങ്ങളുടെ വിശ്വാസ വർദ്ധനു വേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾ വിശ്വാസം വർദ്ധിക്കത്തുമില്ല, മറ്റുള്ളവർ വർദ്ധിക്കാൻ വേണ്ടി നിങ്ങളെ കൊടുത്ത് ഒരു യാന്ത്രികമായിട്ട് ചെയ്യുമ്പോൾ അപ്പം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശുഭമാക്കാൻ വേണ്ടി ദൈവം നിങ്ങളുടെ കാര്യം ശുഭമാക്കാൻ വേണ്ടി വേണം സാവധാനത്തിൽ ചെയ്യാൻ. പിന്നെ കൃപാസനത്തിൽ ഇതുപോലെ തന്നെ സംഭാവനയൊക്കെ നൽകുന്നവരുണ്ട്, നേർച്ച കാഴ്ചകളൊക്കെ നൽകുന്നവരുണ്ട്. അപ്പം അവർ അതിന് ഓഫീസിൻ്റെ അകത്തൊരാളുണ്ട്. അവിടുന്ന് ആ രസീത് കിട്ടണത് അവർ ലേഡിയാണ്. അപ്പോൾ അവർക്കൊന്ന് രസീത് വാങ്ങിക്കണം നിങ്ങൾ. കാര്യം കൃപാസനത്തിലെ എല്ലാ വിഷയങ്ങളും
വളരെ കണക്കും കൃത്യമായിട്ട് പോകുന്ന സ്ഥലമാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ചൈതന്യത്തോടു കൂടി പോകുന്ന സ്ഥാപനമാണത്. അപ്പം നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ട് പോവുകയോ രസീതില്ലാതെ പോവുകയോ ഒന്നും ചെയ്യരുത്. അത് ഉത്തരവാദിത്വം, നിങ്ങൾക്ക് തന്നെ ഉത്തരവാദിത്തമില്ലാത്ത നടപടിക്രമങ്ങളാണത്. നിങ്ങൾ പരിചയവും ലോക്യവും കണ്ടിട്ടല്ല ഇത് കൊടുക്കേണ്ടത്. മാതാവിനെ കണ്ടിട്ട് സ്ഥാപനത്തിന് അത് പ്രയോജനപ്പെടണമെന്നുള്ള ബോധ്യത്തിൽ വേണം നിങ്ങളത് കൊടുക്കാൻ. അപ്പം നിങ്ങൾക്കത് രസീത് കിട്ടും. അതിന് മറ്റ് പുറത്ത് അച്ഛൻ ആവശ്യപ്പെട്ടൊന്നും പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ സാമ്പത്തികമൊക്കെ വന്ന് വീടുകൾ വന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛന്മാരാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട്. അപ്പം അതെല്ലാം കള്ളത്തരമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഇപ്പം കേൾക്കണവരല്ല അടുത്ത ആഴ്ച കേൾക്കണത്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യം ഇത് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും കേൾക്കണം. കേൾക്കുകയും സ്റ്റാറ്റസ് ഇടുകയും എല്ലാ ദിവസവും 5:30 മണിക്ക്, നിങ്ങൾക്കറിയാമല്ലോ, അത് ഒത്തിരി പ്രാർത്ഥിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. 5:30 മണിക്ക് നമ്മൾ ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ ജീവിതയാത്രയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അവർ ഡെയിലി ബ്രെഡ്. അപ്പം അത് എല്ലാവരും തന്നെ കൂടണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. കൂടി നിങ്ങൾ ആദ്യ ദിവസം തന്നെ, ആ ദിവസം ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ദൈവദൃസന്നിധി നിങ്ങളെ ഏൽപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ അപ്പോൾ അറിയാതെ എല്ലാം ശുഭമാകുകയും ദൈവം നിങ്ങളുടെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഉടമ്പടി നിബന്ധനകൾ സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ മരിയൻ സമർപ്പണ ചൈതന്യം ഉൾക്കൊണ്ട് ചെയ്യുന്നതിലൂടെ ഈശോയെ കൃപ സമ്പാദിക്കുവാനും കർത്താവ് ഞങ്ങളോട് കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും ശുഭമാക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.